വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി. ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി വെജിറ്റേറിയൻ ആണ്. വെജിറ്റേറിയൻ എന്ന് പറയുമ്പോൾ ഈ ഡിഷ് മിക്കവർക്കും ഉണ്ടാക്കാൻ അറിയാം എന്നാണ് എൻ്റെ വിശ്വാസം. എന്നാണോ ഈ ഡിഷ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ബ്രാഹ്മിൻസിൻ്റെ ഇടയിലാണെന്ന് എന്നാണ് എൻ്റെ ബലമായ വിശ്വാസം. പക്ഷെ അല്ലാത്തവർ ഉണ്ടാക്കാറുണ്ട്. ഇത് ശരിക്കും ഒരു ഈവനിങ് സ്നാക്സ് ആക്കാവുന്നേ ഉള്ളൂ. ഇതിനായിട്ട് നമ്മൾ ഒന്നും ഇനി മേടിക്കാനൊന്നും പോണ്ടായേ, നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനം വെച്ചേച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എന്നാന്ന് വെച്ചാൽ പനിയാരം ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനകത്ത് ഒരുപാട് വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ഇതിനായിട്ട് ഇനി ഒന്നും മേടിക്കാനൊന്നും പോകണ്ട. കാര്യം എല്ലാ വീട്ടമ്മമാരും ഏറ്റവും കൂടുതൽ വീട്ടിൽ കരുതുന്ന ഒരേ ഒരു സാധനമാണ് ദോശമാവേ. അത് എപ്പോൾ തീർന്നാലും ഉടനെ പാത്രം കഴുകേണ്ട താമസം ഉടനെ അടുത്ത മാവ് അങ്ങ് അരച്ച് വെക്കുവേ. എൻ്റെ വീട്ടിൽ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. കാര്യം എന്നാന്ന് വെച്ചാൽ ചേട്ടന് എല്ലാ ദിവസവും ദോശ കിട്ടുവാന്നെ പുള്ളി ഹാപ്പി ആട്ടോ. മിക്ക വീടുകളിലും കാണുന്ന ഒരു കാര്യമാണ് ഈ ദോശമാവേ. അപ്പം അത് വെച്ചിട്ടുണ്ടാക്കുന്ന ഈ പനിയാരം. അതിന് വേണ്ടി എന്നാന്നൊക്കെ നോക്കിയോ. അതിന് വേണ്ടിയത് കുറച്ച് കടുക്, ഇച്ചിരി ഉഴുന്നുപരിപ്പ്, ചെറിയ ഉള്ളി, പച്ചമുളക്, തേങ്ങ തിരുമിയത്, ഇച്ചിരി കായം, ഇച്ചിരി ഉപ്പ്. പിന്നെ ഇത് ഉണ്ടാക്കേണ്ടത് വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ. പിന്നെ വേണ്ടിയത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ദോശമാവ്. ദോശമാവിൻ്റെ അയവെന്ന് പറയുന്ന ഇഡ്ഡലിയിലേക്കാട്ടിൽ ഇച്ചിരി കൂടി കട്ടിയാകുന്നതിൽ നല്ലതാ. അല്ലെങ്കിൽ ആ ഇഡ്ഡലിയുടെ പരുവം ദോശയുടെ പരുവത്തിന് കലക്കരുത്, കട്ടിക്ക് തന്നെ അരച്ചെടുക്കുക. എന്ന് പറഞ്ഞാൽ ഒരുപാട് കട്ടി ഉഴുന്നുവടയുടെ ഒക്കെ ഉണ്ടാക്കുന്ന കൂട്ടല്ല, കുറച്ചുകൂടെ ഒന്ന് അയവോടുകൂടി തന്നെ നമ്മൾ ഇഡ്ഡലിക്ക് കലക്കുകയല്ലേ എന്നാ അതിൻ്റെ കൺസിസ്റ്റൻസി. അത്രേ ഉള്ളൂ. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ആദ്യം എണ്ണയൊന്ന് ചൂടാവാൻ വെച്ചില്ലേൽ ഇപ്പോഴൊന്നും അത് ചൂടാകുകയല്ല. ഇനി ഇപ്പം തന്നെ നമ്മൾ പാന് കത്തിച്ചതെന്നറിയാവോ? ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി പണിയുണ്ട്. എന്നാന്നോ, ഇതിനകത്ത് നമ്മൾ ഇച്ചിരി വെള്ളമൊക്കെ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി എണ്ണ ഒഴിച്ചേച്ച്, ഒത്തിരി എണ്ണ വേണ്ട, കുറച്ച് മതി. കാര്യം എണ്ണയുടെ അളവ് കൂടുന്തോറും പിന്നെ ലൂസ് ആവുക ബാറ്റർ. അന്നേരം ഒത്തിരി എണ്ണ ഒഴിക്കേണ്ട. ഇതിനകത്തോട്ട് നമ്മൾ കടുക്, ഉഴുന്നുപരിപ്പ് ഇതെല്ലാം ഇച്ചിരി മൂപ്പിച്ചേച്ച് നമ്മുടെ ഈ മാവിനകത്തോട്ട് ചേർക്കണം. നമ്മൾ എത്ര ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അത്രയും. ഇത്രയും മാവിനകത്ത് ഉണ്ടാക്കുവാണെങ്കിൽ ഒരു 10-50 എണ്ണം കിട്ടുവേ. അത്രയൊന്നും നമുക്ക് ആവശ്യമില്ലല്ലോ. വീട്ടിൽ എത്ര അംഗങ്ങളാ നോക്കിയേച്ച് അത് കണക്കാക്കി ചേർത്താൽ മതി. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ്, എണ്ണ നല്ലതായിട്ട് ചൂടായിട്ട് ഇതിനകത്തോട്ട് കടുകിട്ടേച്ച് കുറച്ച് ഉഴുന്നുപരിപ്പ് ഇഷ്ടമാകുന്നതിൽ ഒരു ഇച്ചിരി കൂടുതൽ ഇട്ടോ. അതിനാണെന്നറിയോ, മൊരിഞ്ഞു വന്നേച്ചാൽ നമ്മൾ ആ ഇഡ്ഡലിയിൽ ആ ബാറ്ററിനകത്ത് ഇട്ടൊന്ന് ഇളക്കിയെല്ലാം എടുക്കുമ്പോൾ നമ്മളത് കഴിക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഉഴുന്നുപരിപ്പ് മൊരിഞ്ഞിട്ട് കടിക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് അത് ഇഷ്ടമാകുന്നതിൽ ഒരു ഇച്ചിരി കൂടുതൽ ഇട്ടോ. അതൊരു ഇച്ചിരി ഒന്ന് മൊരിയണം, ഒന്ന് ബ്രൗൺ ആയാൽ മതി. ഇപ്പം നമ്മൾ പച്ച ഉഴുന്നല്ല ഇട്ടേക്കുന്നത്, അതുകൊണ്ട് ഒരു ഇച്ചിരി മൊരിയാനായിട്ട് ഉള്ള ഒരു കടുകടുപ്പ് വരണം.
ഇതിനകത്തോട്ട് കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് പച്ചമുളകും. നമുക്ക് എരിവ് അനുസരിച്ചാണ് പച്ചമുളക്. ഇതിനകത്ത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിനകത്തിടുക. ഉള്ളി നല്ലതായിട്ട്, അതായത് നമ്മൾ ഇച്ചിരി കട്ടിയില്ലാതെ അരിഞ്ഞേക്കുന്നത്, എന്നാലും അതിനൊരു ഇച്ചിരി ഒരു വേവുണ്ട്. നമ്മൾ എണ്ണയിലിടുമ്പോൾ ഉള്ളിക്ക് ഒരു നല്ലൊരു മണം വരികയല്ലേ, ആ ഒരു മണം വന്നേച്ച് ഉള്ളി ഒന്ന് വേവുകയല്ലേ, ആ ഒരു വേവ് മാത്രം മതി. ഉഴുന്നുവടയ്ക്കൊക്കെ ആണെങ്കിൽ നമ്മളത് അങ്ങനെ തന്നെ അരിഞ്ഞേച്ചാണ് ചേർക്കുന്നത്. പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല, ഒരു വേവ് അതിന് വേണം. പിന്നെ ഈ പനിയാരം ബേസിക്കലി ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പക്കാരയില, ഉണ്ണിയപ്പച്ചട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ ചീനച്ചട്ടിയിൽ ഇച്ചിരി എണ്ണ ഒഴിച്ച്, അതാണ് ഞാൻ പറഞ്ഞത്, അധികം ലൂസ് ആവാതെ നമ്മൾ ഒഴിക്കുവാണെങ്കിൽ അത് ആ റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടും. അതല്ല ഉണ്ണിയപ്പച്ചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തോട്ട് ഒഴിച്ചെടുത്തേച്ചാലും മതി. ഇതിൻ്റെ കൂടെ ഏറ്റവും നല്ലത് ചമ്മന്തി, ഏറ്റവും നല്ല ഒന്നെങ്കിൽ വെള്ള ചമ്മന്തി, അല്ലെങ്കിൽ തേങ്ങാ ചമ്മന്തി, ചുമന്ന ചമ്മന്തി, അല്ലെന്നുണ്ടെങ്കിൽ പുതിന ചമ്മന്തി. ഇതേതാ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് അത് ചേർക്കാം. ഇതിനകത്ത് പിന്നെ ഈ പറഞ്ഞ പോലെ വറ്റൽമുളക് ചേർക്കുകയില്ല. പിന്നെ ഇപ്പം അഥവാ വേണമെന്നുണ്ട്, അതിൻ്റെ ഒരു രുചി വേണമെന്ന് തോന്നുവാണെങ്കിൽ ഒരു ഇച്ചിരി വറ്റൽമുളക് ചേർത്തു. ഞാനിപ്പോൾ വഴറ്റിയേക്കുന്ന കംപ്ലീറ്റ് ഇതിനകത്തോട്ട് ചേർത്തേച്ച് എണ്ണ നല്ല ഇപ്പോൾ ഉണ്ണിയപ്പക്കാരെ അല്ലാത്തതുകൊണ്ട് എണ്ണ നല്ല ചൂടായതിന് ശേഷമേ നമുക്ക് ഈ പനിയാരത്തിൻ്റെ ബാറ്ററിനകത്തോട്ട് ഒഴിക്കാൻ നോക്കുകയുള്ളൂ. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഞാനിത് കുറേശ്ശെ ചേർത്ത് ഇളക്കി നമുക്ക് ആവശ്യമുള്ള എത്രയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർത്തേച്ച് ഇതിൻ്റെ കൂടെ ഒരു കാര്യം നമ്മൾ പറയാൻ മറന്നുപോയി, കുറച്ച് കായം ഇതിനകത്തിടണം. കായത്തിൻ്റെ ടേസ്റ്റ് ഒരുപാട് വേണ്ട, ഒരു നുള്ള്, അതായത് 1, 2, 3 പിഞ്ച്, മാക്സിമം 3 പിഞ്ചസ്, അതിലപ്പുറം വേണ്ട. കായമാണെന്നുവെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിലിട്ടേച്ച് അതിൻ്റെ ആ വെള്ളം ഒഴിച്ചേച്ചാലും മതി, അല്ലെങ്കിൽ കായം മൂപ്പിച്ചേച്ച് വറുത്ത് പൊടിച്ചെടുക്കുക. ഇതൊരു ഇച്ചിരി ഇട്ട് ഇളക്കിയേച്ച് ആ ബാറ്റർ കുറേശ്ശെ കട്ടിയാവും. ഈ ഇളക്കുന്ന സമയത്ത്, അതായത് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ഉഴുന്നുപരിപ്പ്, കടുക്, ഇതെല്ലാം ഇതിനകത്ത് ഇട്ടു. ഇതിൻ്റെ കൂടെ കുറച്ച് കായം ഇട്ടു, അത് പോയിട്ട് കുറച്ച് തേങ്ങ, ശരിക്കും പറഞ്ഞാൽ ഈ കുമ്പിളപ്പം ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, ചക്കയപ്പം, കുമ്പിളം എന്നൊക്കെ പറയുന്ന കോട്ടയം സൈഡിലോട്ടാണ്. അന്നേരം അതൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇഷ്ടംമാതിരി തേങ്ങ ഇടുവേ. അന്നേരം ആ തേങ്ങ ഒക്കെ ഈ വെന്ത് വരുമ്പോൾ, ചക്കയുടെ കൂടെ വെന്ത് വരുമ്പോഴത്തേന് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അന്ന് പറഞ്ഞ പോലെ എനിക്കത് ബേസിക്കലി ഇഷ്ടമാണ്. അപ്പോൾ ചിലർക്കാണെങ്കിൽ ഇങ്ങനെ ഈ തേങ്ങ ഇങ്ങനെ ഹാഫ് വേവോടുകൂടി വരുമ്പോഴത്തേക്ക് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അന്നേരം ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ആ തേങ്ങയുടെ അളവ് അതനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷേ ഇത് തേങ്ങയും ഉഴുന്നുപരിപ്പും സവാളയും ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഉണ്ടല്ലോ, ഒരു എരിവ് ഒക്കെ ഉള്ള ഒരു നല്ലൊരു ടേസ്റ്റുള്ള ഒരു പലഹാരം. ഇതിൻ്റെ കൂടെ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം കുറച്ച് ഇഞ്ചി ചേർക്കാം, ഇല്ലെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. നമ്മൾ അതെല്ലാം കൂടെ കലക്കി വെക്കുമ്പോൾ ഇഡലി മാവിനെ കാട്ടിലും ഇത് കുറച്ചുകൂടെ നല്ല കട്ടിയുള്ള ഒരു ബാറ്ററായിട്ട് മാറുവേ. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഓരോ സ്പൂൺ വീതം ശരിക്കും ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കൂടി പോവുകയാണെങ്കിൽ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇതങ്ങ് പരന്നു പോവേ, അത് വേണ്ട. ശരിക്കും ഇത് നല്ലോണം അടി ഒന്ന് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തന്നെ ചീനച്ചട്ടിയും തന്നെ അങ്ങ് വിട്ടുപോരും. അതുവരെ ഒന്ന് ക്ഷമിക്കുക. പിന്നെ ആന്നേൽ ഇത് കുറച്ച് തീ നല്ല ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സിമ്മേ വെച്ചേച്ച് വേണം ഇത് എണ്ണയിലോട്ട് ഒഴിക്കാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അതങ്ങ് എന്നാ പറയുക, സിമ്മിലാക്കി കഴിയുമ്പോഴേ ഉള്ളിൽ അതൊന്ന് വെന്ത് കിട്ടത്തുള്ളേ. ഇല്ല വലിയ തീയലാന്നേൽ പെട്ടെന്ന് അങ്ങ് മുരിഞ്ഞു പോകും. ഉണ്ണിയപ്പക്കാരെ ആണെന്നുവെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ല ബോൾസ് ആയിട്ട് കിട്ടും. പക്ഷെ മറ്റേത് അൺഷേപ്പായി പോവും.
എന്നാലും പ്രശ്നമില്ല, ടേസ്റ്റ് ഒന്നല്ലേ അല്ലേ. ഇത് ഇനി ഓരോന്നായിട്ട് ഒത്തിരി ഇടരുത്, ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ ഒന്നൊന്നിന് ഒട്ടിപ്പോവും. പിന്നെ ആണെങ്കിൽ അതിന്റെ ഷേപ്പ് നമ്മൾ മുറിച്ചെടുക്കുമ്പോഴത്തേക്ക് ഈ മുരിഞ്ഞ ഭാഗം ഒന്നും കാണുകയില്ല, അതിനകത്ത് ആ പച്ച കാണുവേ. അങ്ങനെയല്ല. അപ്പം നമ്മൾ ഓരോന്നായിട്ട് ഓരോ സ്പൂണിൽ ഓരോന്നായിട്ട് ഒരു 3 എണ്ണം മാക്സിമം അല്ലെങ്കിൽ 4 എണ്ണം, അതിൽ കൂടുതൽ ഇടരുത്. ഇട്ടേച്ച് പതുക്കെ പതുക്കെ മൊരിച്ചെടുക്കണം. ഇതിന്റെ കൂടെ അത്യാഗ്രഹം എന്ന് വിചാരിക്കില്ല, തേങ്ങയ്ക്കൊക്കെ വലിയ വിലയാ. എന്നാലും പോട്ടെ, നമുക്ക് സ്വാദോടുകൂടി ഭക്ഷണം കഴിക്കാൻ ഒരു അത്യാഗ്രഹത്തിന്റെ പേരിൽ ഒരു 3 ചമ്മന്തിയോ അല്ലെങ്കിൽ 2 ചമ്മന്തിയോ എന്നതാണേലും അറ്റ്ലീസ്റ്റ് ഒരു ചമ്മന്തിയെങ്കിലും അരച്ചേച്ച് വേണം ഇതിന്റെ കൂട്ടത്തിൽ കഴിക്കാനേ. അതല്ല, ഇതൊന്നും വേണ്ട, നല്ല ചൂടായിട്ട് ചൂട് ചായയും കൂട്ടി കഴിക്കാനാന്നേല അങ്ങനെ. പക്ഷേ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ ഒരു അത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു ചമ്മന്തിയെങ്കിലും വേണ്ടേ. ഞാൻ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് വലിയ ഡെക്കറേഷൻസ് ഒന്നുമില്ല. കാര്യം വെച്ചാൽ 4 മണിക്ക് നമ്മൾ കഴിക്കുന്ന പലഹാരത്തിന് വലിയ ഡെക്കറേഷൻസ് ആവശ്യമില്ല. ചുട്ടു വെക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ, പിള്ളേരൊക്കെ അത് എടുത്ത് കഴിക്കും. പിന്നെ എന്നാന്ന് വെച്ചാൽ ഒരു വലിയ ബ്രേക്ക് ചോദിച്ചാൽ പോലും എനിക്ക് 3 ചമ്മന്തി ഒന്നും അരയ്ക്കാൻ പറ്റിയില്ല. ഈ പറഞ്ഞ അത്യാഗ്രഹം പോലെ 2 ചമ്മന്തി അരച്ചിട്ടുള്ളൂ. ബട്ട് സ്റ്റിൽ ഇത് കുറച്ചൊരു സ്പൈസി ആന്നു. പക്ഷെ ഒരു ഉഴുന്നുവട കഴിക്കുന്ന പോലെ ഒരു എഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല, ടോട്ടലി ഡിഫറെൻ്റ് ആണ്. പക്ഷെ ഒരു നല്ല പലഹാരമാന്നു. ഈ പറഞ്ഞ പോലെ നമ്മുടെ ദേഹത്തിനൊന്നും ഒരു ദോഷം ചെയ്യാത്ത രീതിയിൽ ഉള്ള ഒരു നല്ല പലഹാരമായി ചെയ്യുന്നത്. ഈ ഒരു നല്ല ഒരു ഡിഷ് പോലും ചീത്തയാണെന്ന് ഞാൻ പറയുകയല്ല, എല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ ഇന്ന് എനിക്ക് എൻ്റെ ആനീസ് കിച്ചണിൽ എനിക്കൊരു വളരെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റാണ് വരുന്നത്. വെരി സിമ്പിൾ ആൻഡ് ഹംബിൾ പേഴ്സൺ. പക്ഷേ നമ്മൾ ഒത്തിരിയും യൂത്ത് ഈ പറഞ്ഞ പോലെ റോൾ മോഡൽ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ബിക്കോസ് സ്റ്റിൽ അദ്ദേഹത്തിന് അറിയുമെന്ന് അറിയത്തില്ല, ഒരു സർട്ടൺ പീപ്പിൾ, അതായത് കുറച്ച് ആൾക്കാർ അദ്ദേഹത്തെ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ അഡ്മയർ ചെയ്യുന്നവരുണ്ട്, ഒരു ഫാൻസ് ഉണ്ട്, ഒത്തിരി പേര് റോൾ മോഡൽ ആക്കിയിട്ടുണ്ട്. നമ്മൾ സംസാരിക്കാൻ എന്താ പറയാ, അങ്ങനെ ഒരു എത്തിപ്പെടാനൊക്കെ ഒത്തിരി പേര് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായി ഇന്നിവിടെ നമ്മുടെ ആനീസ് കിച്ചണിൽ വരുന്നത് വേറെ ആരുമല്ല വരുന്നത്, ശ്രീറാം വെങ്കിട്ടരാമൻ IAS ആണ് ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിലേക്ക് വരാൻ പോകുന്നത്. ഹാർട്ടി വെൽക്കം. ഒരു IAS എന്നൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ എന്നെ സിനിമയിലൊക്കെ കാണുന്ന കൂട്ട് ഭയങ്കര ചവിട്ടി പൊട്ടിച്ച് ഒക്കെ കയറി വരുമായിരിക്കും. യു കേം സോ സിമ്പിൾ. അതെന്നാ അങ്ങനെ? ശരിക്കും എന്താ പറയുക, നമുക്കും ഇപ്പോൾ സർവീസിൽ കയറുന്നതിന് മുമ്പ് ഇതേപോലൊരു ഇമേജ് ആയിരുന്നു. കാരണം നമ്മളൊക്കെ കണ്ടു വളർന്നിരിക്കുന്ന മമ്മൂക്കയുടെ ഒക്കെ IAS ഇമേജസ് ആണല്ലോ. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഒരു അഗ്രഷനും ഒരു 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 ടെസ്റ്റോസ്റ്ററോൺ പഞ്ചും ഒക്കെ. പക്ഷെ സർവീസിൽ കയറി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനെയൊന്നും അല്ല. കാരണം എല്ലാം സാധാരണ ടൈപ്പ് ആളുകളൊക്കെ തന്നെയാണ്, നമ്മളൊക്കെ ചുറ്റിലും പഠിച്ച ആളുകളൊക്കെ തന്നെയാണ് സർവീസിൽ കയറുന്നത്. പലതരത്തിലുള്ള ആളുകളുണ്ട്. Okay, have you ever inspired Mammootka in that role? And ആ ഒരു റോൾ കണ്ടിട്ട് have you ever inspired him? അല്ല, തീർച്ചയായും എന്താ പറയാ, നോട്ട് ആഫ്റ്റർ ബിക്കമിങ് എൻ ഓഫീസർ, പക്ഷെ ബിഫോർ ദാറ്റ് ഐ മീൻ ആ സിനിമയൊക്കെ കണ്ടിരുന്ന ആ ഒരു പ്രായത്തിലും ആ ഒരു കാലഘട്ടത്തിലും തീർച്ചയായും അതുപോലെ ആവണമെന്ന് ആഗ്രഹം എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവില്ല. അതുപോലെ തീർച്ചയായും. അപ്പൊ ശരിക്കും ഇത് തന്നെയായിരുന്നു എയിം, ഐ വോണ്ട് ടു ബിക്കം എൻ IAS ഓഫീസർ? അങ്ങനെയില്ല കേട്ടോ. അത് എനിക്ക് തോന്നുന്നു ദിസ് ഇസ് സംതിങ് ഒരു കോളേജ് കഴിഞ്ഞിട്ട് വന്ന ഒരു ഐഡിയ ആണ്, ഒരു ട്വിസ്റ്റ്. അതിനു മുമ്പ് അങ്ങനെ ഒരു ഐഡിയ ഒന്നുമില്ല. അച്ഛൻ ഒരുപാട് ഈ പറഞ്ഞ പോലെ സപ്പോർട്ട്, എൻകറേജ്മെന്റ്, അച്ഛന്റെ ഒരു സപ്പോർട്ട്? തീർച്ചയായും. അച്ഛൻ ഒരു അക്കാഡമിഷ്യൻ ആണ്, ഒരു കരിയർ കൺസൾട്ടന്റ് ആണ്. ഞങ്ങൾക്ക് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം, ഹി ഈസ് എ വെരി ഗുഡ് പേഴ്സൺ. ബിക്കോസ് ഇപ്പോഴത്തെ യൂത്തിന് ഏറ്റവും കൂടുതൽ ഗൈഡ് ചെയ്ത് വിടുന്ന ഏറ്റവും നല്ലൊരു മനുഷ്യൻ, സത്യം. അപ്പൊ അതുപോലെ ആ ഒരു എന്താ പറയാ, ഒരു ഹെൽപ്പും ഗൈഡൻസും എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം കുറെ കാര്യങ്ങൾ അറിയാവുന്നവരുടെ വേറൊരു പ്രശ്നം, ദേ യൂഷ്വലി എൻഡ് അപ്പ് ബീങ് കൺട്രോൾ ഫ്രീക്സ് അല്ലേ. നമ്മൾ ഇന്ന് തന്നെ ചെയ്യാവൂ, നമ്മുടെ ഐഡിയ എന്തായിരുന്നാലും അതിനേക്കാളും ബെറ്റർ എന്റെ ഐഡിയ ആണ്, ബിക്കോസ് ഐ നോ ബെറ്റർ എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒന്നും ഇല്ല. അച്ഛൻ എവിടെയെങ്കിലും ഒരു ഫോഴ്സ്ഫുൾ ആയിട്ട് മോനെ നീ ഇതിങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്ത് ദിസ് വിൽ ബി ബെറ്റർ, ദിസ് വിൽ നോട്ട് ഗുഡ്, അത് ഐ മീൻ ഒരിക്കൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആൻഡ് അന്ന് എനിക്ക് അതിന്റെ വില അറിയില്ല. അന്ന് ഞാൻ കുറെ എന്താ പറയാ കുറ്റം പറഞ്ഞു ആർഗ്യൂ ചെയ്തിട്ട് അവസാനം മനസ്സോടെ ഞാനത് ചെയ്തത്. ബട്ട് നൗ ലുക്കിംഗ് ബാക്ക് എനിക്കത് ഭയങ്കര, അത് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ എനിക്ക് രസമാണ്. ഞാൻ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണം എന്നായിരുന്നു വലിയ ആഗ്രഹം. ഞാൻ ബയോളജിക്ക് ഭയങ്കര എനിക്ക് താല്പര്യമില്ലാത്ത സബ്ജക്റ്റ് ആണ്. അപ്പൊ ഞാൻ എന്തായാലും ബയോളജി എടുക്കില്ല, ഞാൻ കമ്പ്യൂട്ടർ മാത്സ് എടുത്ത് എനിക്ക് എഞ്ചിനീയർ ആവണം, IIT പഠിക്കണം, ചന്ദ്രന് പോകണം, അങ്ങനെയൊക്കെയായിരുന്നു. അതെ അതെ. പക്ഷെ അന്നാണ് അച്ഛൻ പറഞ്ഞത്, ഐ മീൻ എഞ്ചിനീയറിംഗ് പഠിക്കണമെങ്കിൽ അതിന് ബയോളജി ഈസ് നോട്ട് അതിനൊരു തടസ്സമല്ലല്ലോ. സോ യു സ്റ്റഡി വൺ എക്സ്ട്രാ സബ്ജക്ട്, ഭാവിയിൽ എന്താ യു നെവർ നോ എവിടെ ആവശ്യം വരിക. ബയോളജി കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു എൻറ്റയർ സെറ്റ് ഓഫ് ഓപ്പർച്യൂണിറ്റീസും കൂടെ നിനക്ക് അവൈലബിൾ ആവും. മെഡിക്കൽ എൻട്രൻസും അങ്ങനത്തെ കുറെ കാര്യങ്ങളെല്ലാം, പ്ലസ് നിനക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട്
മനസ്സോടെ ഞാൻ ബയോളജി പഠിച്ചു കറങ്ങി തിരിച്ച് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ എഞ്ചിനീയറിംഗ് കിട്ടിയതുമില്ല, മെഡിസിൻ കിട്ടുകയും അച്ഛൻ നേരത്തെ അറിഞ്ഞു. അതാ ഇപ്പൊ ഇതിൽ എനിക്ക് ഒരു കാര്യം മനസ്സിലായത് എന്താണെന്നറിയാമോ, ശരിക്കും അച്ഛനിൽ നിന്നും ഞങ്ങൾക്ക് ഹോൾ പ്രേക്ഷകർക്ക് ഒരു ഗൈഡൻസ് കിട്ടിയ എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ബയോമാക്സ് അല്ല കമ്പ്യൂട്ടർ സയൻസ് എടുക്കാൻ പോയി, അപ്പൊ ബയോളജി ഒരു കയ്യിലൊരു സബ്ജക്ട് ഉണ്ടെങ്കിൽ, അതായത് ബ്രാക്കറ്റ് ബയോളജി ഉണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് ഇൻ എനി അതർ അല്ലേ? അല്ല, എനിക്ക് അന്ന് തോന്നിയത് അച്ഛൻ സുവോളജിയാണ് സബ്ജക്ട്, അച്ഛൻ ആ ഒരു സ്വാർത്ഥ താല്പര്യം കൊണ്ട് ചിന്തിച്ചു. അങ്ങനെ അല്ലായിരുന്നു. ഈ ട്വിസ്റ്റ് എന്തായാലും ഞങ്ങൾക്ക് മനസ്സിലാക്കിയേ പറ്റുള്ളൂ, ബിക്കോസ് യു ഹാവ് എ ലോട്ട് ഓഫ് ഫാൻസ്, സോ മെനി പീപ്പിൾ അഡ്മയർസ് യു, ഹൗ യു ബിക്കെയിം ലൈക്ക് ദിസ്. അതൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ കേൾക്കാൻ നല്ലൊരു ത്രില്ല് കേട്ടോ. നമുക്ക് അവിടെ പോയിരുന്നു വർത്താനം പറയാം. ഇതേപോലത്തെ പലഹാരമൊക്കെ സർ ഈ പറഞ്ഞ പോലെ കുഞ്ഞുനാളിലായിരിക്കും കഴിച്ചേക്കുന്നത്. അതെ, എന്നെ ശ്രീറാം എന്ന് വിളിച്ച കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരുന്നു. സർ വേണ്ടേ? അത് ഭയങ്കര അൺകംഫർട്ടബിൾ അല്ലേ? അതെ, ശ്രീറാം എന്ന് വിളിച്ചാൽ മതി. ഞാനൊരു കാര്യം ചെയ്യാം, സാറും വേണ്ട ശ്രീറാം വേണ്ട, നടുക്കത്തെ ആക്കട്ടെ, ശ്രീ ആക്കട്ടെ. പിന്നെന്താ, എന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രീനാ എന്നാ ഓക്കെ. അത് മാത്രല്ല, നമ്മുടെ മലയാളികളുടെ ഇടയിലുള്ള ഒരു ശ്രീയാ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. കാരണം യൂത്തിന്റെ ഇടയിലില്ല, ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ബിക്കോസ് യു ആർ സച്ച് ലൈക്ക് ദാറ്റ്. അതാണോ ശരിക്കും? അത് ചിലപ്പം സ്ത്രീക്ക് മനസ്സിലാവുന്നുണ്ടാവില്ലായിരിക്കാം. യു മൈറ്റ് നോൺ ദാറ്റ്. ഒത്തിരി പേരുണ്ട് അങ്ങനെ സ്ത്രീയെ ഇഷ്ടപ്പെടുന്നതും യുവർ ആറ്റിറ്റ്യൂഡ് എല്ലാം ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു. വളരെ സന്തോഷം. അതാ ഇപ്പം എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാനിപ്പോ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ആൻഡ് എംപ്ലോയ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഡയറക്ടറാണ്. ട്രിവാൻഡ്രത്ത്. പിന്നെ അതുകൂടാതെ സ്കിൽ ഡെവലപ്മെന്റ് മിഷന്റെ MD കൂടിയാണ്. പിന്നെ ODPC എന്നൊരു ഓവർസീസ് പ്ലേസ്മെന്റ് ഏജൻസി. 4 സ്റ്റിൽ യു ആർ എന്താ പറയാ യൂത്തിന്റെ ഇടയിൽ തന്നെ. പിന്നെ ഫുൾ യൂത്ത് ആണ് ഇപ്പോ. എല്ലാ സൈഡിലും യൂത്ത് ആണ്. അതാണ്. ഓക്കെ. അതിന്റെ ആ ജോലിയെ സംബന്ധിച്ച് എന്തൊക്കെയാ അവിടെ ചെയ്യുന്നത്? ഇത് 4 വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടാണ് ITI എന്ന് കേട്ടാണ്, പോളിടെക്നിക് പോലെ ITI. ITIs ഗവൺമെന്റ് ITIs 91 ITIs ഉണ്ട്. പിന്നെ പ്രൈവറ്റ് സെക്ടറിൽ ഒരു 200-300 ITIs. അതിന്റെയൊക്കെ ഒരു ഗവൺമെന്റ് ITIs ഡയറക്ട്ലി ഞങ്ങൾ റൺ ചെയ്യുന്നത്. അവിടുത്തെ അഡ്മിഷൻസും അതിന്റെ കൺസ്ട്രക്ഷൻ എല്ലാ കാര്യങ്ങളും. പിന്നെ പ്രൈവറ്റ് ITIസിലാണെങ്കിൽ എക്സാം നടത്തുന്നതും അവരുടെ മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഇതൊക്കെ ചെയ്യുന്നത് നമ്മളാണ്. പിന്നെ എംപ്ലോയ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചസ്, അതിന്റെ ഒരു ഗവേണിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് എംപ്ലോയ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. പിന്നെ സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര വളരെയധികം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യമാണ് സ്കിൽ ഡെവലപ്മെന്റ്. നമ്മുടെ യുവാക്കളെ എങ്ങനെ സ്കിൽ ചെയ്ത് അവരുടെ നിന്നും മാക്സിമം എന്താ പറയുക ഒരു ഡെമോഗ്രഫിക് ഡിവിഡൻഡ് നാടിന് കിട്ടാൻ പറ്റുമെന്നുള്ളതിനെ സംബന്ധിച്ചൊരു വലിയൊരു ഡിസ്കോഴ്സ് നടക്കുന്ന ഒരു കാലം. അപ്പോൾ സ്കിൽ ഡെവലപ്മെന്റിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ സ്റ്റേറ്റിലെ സ്കിൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിന്റെ ഫുൾ ഒരു ഫോക്കൽ പോയിന്റ് ആണ് സ്കിൽ ഡെവലപ്മെന്റ് മിഷൻ. കേസ് എന്ന് പറഞ്ഞ കമ്പനിയാണത്, അതിന്റെ MD ആണ്. പിന്നെ കേരള സർക്കാരിന്റെ ഒരു ഓവർസീസ് പ്ലേസ്മെന്റ് ഏജൻസി ഉണ്ട്. മെയിൻലി നഴ്സസിനെയും ഡോക്ടേഴ്സിനെയൊക്കെ മിഡിൽ ഈസ്റ്റ് മറ്റു രാജ്യങ്ങൾക്കൊക്കെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. ODPC എന്ന് പറഞ്ഞത്, അതിന്റെ MD കൂടിയാണ്. ഓക്കെ. ഇപ്പൊ ശ്രീ ഒരു കാര്യം, യു ഹാവ് ലോട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ. പക്ഷെ IAS ആവണം എന്ന് വിചാരിച്ചപ്പോ യു ഹാവ് മൈ തിങ്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? ഇതൊക്കെ ചെയ്യണം, അതൊക്കെ ചെയ്യണം, ഇതൊക്കെ ചെയ്യണം എന്ന്. പക്ഷെ ഈ ജോലിയിലേക്ക് വന്നപ്പോ ആർ യു ഹാപ്പി വിത്ത് ദിസ്? തീർച്ചയായും. എന്താ പറയാ, ഇത്രയും ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുന്ന സത്യം പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്തില്ല. വന്നപ്പോ ഇപ്പോൾ ഫീൽഡിൽ നിന്നാണ് നമ്മൾ വരുന്നത്. ഫീൽഡിൽ എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഫ്രീഡം ആണ്, കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ നിന്ന് നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് വരുമ്പോൾ പ്രത്യേകിച്ചും ഈ വകുപ്പിനെ പറ്റി തീരെ ഒരു ഐഡിയ ഇല്ലായിരുന്നു. ITI എന്നൊക്കെ നമ്മളൊക്കെ കേട്ടേക്കുന്ന പോലെ ഞാനും കേട്ടിട്ടുള്ളൂ. അപ്പൊ എന്തായിരിക്കും, നമുക്ക് ആവശ്യത്തിന് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുമോ അല്ലെങ്കിൽ നമ്മൾക്ക് ബോറടിക്കുമോ എന്നൊക്കെ തോന്നും. പക്ഷെ വന്ന് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വെൻ ഐ സ്റ്റാർട്ടഡ് റിയലൈസിങ് ഇതിന്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ ഞാനൊരു കാര്യം, യു ആർ സ്റ്റിൽ ലൈങ് എന്നാണ് എന്റെ വിശ്വാസം. ഒരിക്കലും ഇല്ല. ബിക്കോസ് എന്താ അറിയോ, നമ്മൾ പഠിക്കുന്നതും ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ഒരു കാര്യം ഉണ്ടാവും. ബട്ട് വി ആർ ഫോഴ്സ്ഡ് ടു കം ഓവർ ഹിയർ. പഠിച്ചത് വേറെ, ചെയ്യണം എന്ന് വിചാരിച്ചത് വേറെ, ബട്ട് വന്ന് പെടുന്നത് വേറെ. ഇല്ല, അങ്ങനെയല്ല കേട്ടോ. ഈവൻ ഇഫ് യു ലുക്ക് അറ്റ്, ഇപ്പൊ ഞാൻ നേരത്തെ 10ാം ക്ലാസ്സിലെ കഥയൊക്കെ പറഞ്ഞല്ലോ. സോ ഐ സെറ്റ് ഔട്ട് വാണ്ടിങ് ടു ബി എൻ എഞ്ചിനീയർ.
then I became a doctor. MBBS കഴിഞ്ഞപ്പോഴത്തേക്കും I wanted to specialize. സ്പെഷ്യലൈസേഷൻ പകുതി ആയപ്പോഴേക്കും I became an IAS officer. ആ ട്വിസ്റ്റ് എങ്ങനെ വന്നേ? അത് MBBS കഴിഞ്ഞിട്ട് MPPS 5 years കഴിയുന്നിടം വരെ, even 4 years കഴിയുന്നിടം വരെ, 6 years കഴിയുന്നിടം വരെ you don't have any ഐഡിയ ഇല്ലായിരുന്നു. You don't have any idea that you are going to become an IAS officer. പിന്നെ എങ്ങനെ ട്വിസ്റ്റ് വന്നേ? സി ബേസിക്കലി എന്താ പറ്റിയെന്ന് വെച്ചാല് ഈ MBBS കഴിഞ്ഞ് നാച്ചുറൽ പ്രോഗ്രഷൻ ഇസ് പോസ്റ്റ് ഗ്രാജുവേഷൻ MD ചെയ്യണമല്ലോ. അപ്പോ ഞങ്ങൾ കുറെ പേർക്ക് MD എൻട്രൻസ് ഒന്നും കിട്ടിയില്ല. അപ്പൊ ഒരു വർഷം നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുക. അപ്പൊ MBBS കഴിഞ്ഞിട്ട് then 1 year you prepare for the next exam. അതായത് ഒരു ഡിസംബറിൽ കഴിഞ്ഞു, ആ ഡിസംബറിൽ MD എക്സാം എഴുതി ഉജ്ജ്വലമായിട്ട് പൊട്ടി. അപ്പൊ ഇനി അടുത്ത ഡിസംബർ വരെ 1 year പ്രിപ്പറേഷൻ ആണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ പല പല ഐഡിയാസ് നമ്മൾ ആളുകളായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അപ്പോഴാണല്ലോ നമ്മൾ ആദ്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നത്. അതുവരെ നമ്മൾ റിഗറസ് അക്കാഡമിക് പ്രോഗ്രാമിലാണ്. അത് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ദ വേൾഡ് ഇസ് ഓപ്പൺ ഔട്ട് ദെയർ ഫോർ യു. അപ്പൊ ഇത് കൂടാതെയുള്ള ഓപ്ഷൻസ് ഒക്കെ ചിന്തിച്ചപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരി എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്തു, നമുക്ക് നീ വേണമെങ്കിൽ എഴുതി നോക്കാം. അപ്പൊ അങ്ങനെ ഞാൻ ഒന്ന് ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തു. അങ്ങനെ ചുമ്മാ എന്ന് പറഞ്ഞാൽ നമ്മൾ ആളുകൾ വിചാരിക്കും വെറുതെ പോയി എഴുതിയപ്പോ കിട്ടിയത്. അങ്ങനെയല്ല, പ്രിപ്പയർ ചെയ്തു പക്ഷെ കിട്ടിയില്ല, ഫസ്റ്റ് ടൈം കിട്ടിയില്ല. അപ്പൊ അത് കിട്ടാത്തപ്പോ MD കിട്ടി, MD എടുത്തു. MD എടുത്തിട്ട് തന്നെ പിന്നെ ഒന്നുകൂടി എഴുതിയപ്പോഴാണ് കിട്ടിയത്. MD എടുത്തിട്ടും you didn't go after that. പിന്നെയും തിരിച്ച് IAS-ലേക്ക് വന്നു. Why? അല്ല, സി ബേസിക് എന്താ പറയാ, MD ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഇറ്റ്സ് ഓൾ എന്താ പറയാ വലിയ ഇൻട്രസ്റ്റിംഗ് കാര്യമൊന്നുമല്ല. MD ജോയിൻ ചെയ്യുന്ന അല്ല അങ്ങനെയല്ല, MD ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഐ റിട്ടൺ ദ പ്രിലിംസ്. സെക്കൻഡ് അറ്റംപ്റ്റിന്റെ പ്രിലിംസ് എഴുതിയിട്ട് MD ജോയിൻ ചെയ്യാൻ പോയി. ഐ വാസ് വെരി ഹാപ്പി ദെയർ, ഗോയിങ് ഓൺ വെൽ. അപ്പോഴാണ് പ്രിലിംസ് റിസൾട്ട് വന്ന്. പ്രിലിംസ് കിട്ടിയിരുന്നു. ബിക്കോസ് ഒരു പ്രാവശ്യം ഫുൾ എഴുതി കഴിഞ്ഞാൽ സെക്കൻഡ് ടൈം പ്രിലിംസ് ഇസ് നോട്ട് വെരി ഡിഫിക്കൾട്ട്. പ്രിലിംസ് കിട്ടിയപ്പോഴത്തേനും എല്ലാവരും പറഞ്ഞു ഇത്ര വലിയൊരു ഓപ്പർച്യൂണിറ്റി. സംസാരിച്ച് അതേ ഭാഷ എനിക്ക് വന്നോളൂ, നല്ല ഓപ്പർച്യൂണിറ്റി അല്ലേ, യു ഷുഡ് ഗോ ബാക്ക് ആൻഡ് റൈറ്റ് അഗൈൻ. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇന്റർവ്യൂ വരെ പോയി, കിട്ടിയില്ല, ഇറ്റ്സ് ഓക്കെ, യു ഗോ ആൻഡ് അറ്റംപ്റ്റ് ഇറ്റ് അഗൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ഐ ടുക്ക് ലീവ് ഫ്രം ദെയർ ആൻഡ് കെയിം ബാക്ക്. അങ്ങനെ വീണ്ടും പരീക്ഷ എഴുതിയപ്പോഴാണ് കിട്ടിയത്. ഓക്കെ, അപ്പൊ ഈ ഒരു സബ് കളക്ടറിന്റെ ചെയർ കിട്ടിയപ്പോ എന്തുവായിരുന്നു ഫസ്റ്റ്, വാട്ട് വാസ് യുവർ മൈൻഡ്? ആ ഒരു ടൈമിലുണ്ടാവുന്ന നമ്മുടെ ഒരു അങ്ങനെ എന്താ പറയാ, സി ഐ വാസ് സബ് കളക്ടർ ഇൻ തിരുവല്ല ബിഫോർ ദേവികുളം. എല്ലാവർക്കും ദേവികുളം മൂന്നാർ മാത്രമേ അറിയുള്ളൂ. അതിന് മുമ്പ് 7 മാസം തിരുവല്ലയിലും സബ് കളക്ടർ ആയിരുന്നു. അപ്പോൾ ദാറ്റ് വാസ് എ വെരി പീസ്ഫുൾ, റിലേറ്റീവ്ലി പീസ്ഫുൾ സ്ഥലമായിരുന്നു. പക്ഷെ വെരി ഇൻട്രസ്റ്റിംഗ് കേട്ടോ. കാരണം ആദ്യമായിട്ടാണ് നമുക്ക് ഇത്രയും ഒരു ഫീൽഡുമായിട്ടൊരു എക്സ്പോഷർ ഉണ്ടാവുന്നത്. റിയൽ എന്താ പറയാ ഗ്രാസ് റൂട്ട് ലെവൽ അഡ്മിനിസ്ട്രേഷൻ നമ്മളാണ്. അപ്പോൾ അതിന്റെ താഴേക്ക് ആളുകളുണ്ട്, പക്ഷെ ഒരുപാട് മേഖലകളിൽ നമുക്ക് ഡയറക്ട്ലി ഇമ്പാക്ട് ആ ഒരു പോപ്പുലേഷൻ നേരെ സ്റ്റഡി പോപ്പുലേഷൻ ഇൻ ഫ്രണ്ട് ഓഫ് യു. അപ്പൊ അവരിലേക്ക് നമുക്ക് ഗവൺമെന്റ് ഇറങ്ങി ചെന്ന് അവരുമായിട്ട് നേരിട്ട് ഇന്ററാക്ട് ചെയ്യാനൊക്കെ വളരെ കുറച്ച് അവസരങ്ങൾ കിട്ടാറുള്ളൂ. അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കാനും ഗവൺമെന്റ് പ്രോഗ്രാംസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കണ്ണുകൊണ്ട് കാണാനും കുറെ എണ്ണത്തിൽ ഇൻവോൾവ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും അതൊരു നല്ലൊരു പ്രോഗ്രഷനാണ്. ഫീൽഡിൽ ഒരു 1 or 2 years വർക്ക് ചെയ്തിട്ട് ഇതിന്റെയൊക്കെ ഇംപ്ലിമെന്റേഷൻ ഒക്കെ പഠിച്ച് ആളുകളുടെ ആസ്പിറേഷൻസ് ഒക്കെ മനസ്സിലാക്കിയ ശേഷം now I am in a higher level എന്ന് വേണമെങ്കിൽ പറയാം, in a director level post where I am in charge of the entire state for this specialty അല്ലെങ്കിൽ ഈ സെക്ടർ. അപ്പൊ അത് ഒരു നാച്ചുറൽ പ്രോഗ്രഷൻ ആണ്. സോ അവിടെ നിന്ന് കുറെ ലേണിംഗ്സ് നമുക്ക് ഉണ്ട് ഇവിടെ കൊണ്ടുവരാൻ. ഓക്കെ, അപ്പൊ സബ് കളക്ടർ ആയിട്ട് രീതിയിൽ നമ്മൾ ആ തിരുവല്ലയിൽ ഇരുന്നപ്പോൾ we came to know each and every problem of a person. അങ്ങനെ എല്ലാം അല്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ബീയിങ് ആൻ IAS ഓഫീസർ അല്ലെ കളക്ടർ ആയപ്പോൾ നമ്മുടെ പവർ ഉപയോഗിച്ച് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും, നമ്മുടെ നാട് എങ്ങനെ പോകുന്നു, ഇതൊന്നും നടക്കുന്നില്ല, നമുക്ക് ജനങ്ങൾക്ക് എത്തേണ്ടത് എത്തുന്നില്ല, എന്നാലും ഒരു അധികാരം വെച്ചിട്ട് എനിക്കിതൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയായിരുന്നു? സി അത് നമ്മൾ പറയുന്നത് പൂർണ്ണമായും ശരിയല്ല കേട്ടോ. ഇവിടെ ഒന്നും നടക്കുന്നില്ല, നാട്ടിൽ നിന്നും ഫുൾ പ്രശ്നം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇതാണ്. കാരണം ഇപ്പൊ ഞാൻ എപ്പോഴും മറ്റ് ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെ ഡിസ്കഷൻ വരുമ്പോൾ നമുക്കറിയാമല്ലോ പൊതുവേ ആളുകൾ ഭയങ്കര, സ്പെഷ്യലി നമ്മൾ മലയാളികൾ ഭയങ്കര ക്രിട്ടിക്കലാണ്, വിച്ച് ഇസ് എ ഗുഡ് തിങ്. അതും ശരിക്കും പറഞ്ഞ ഒരു സൊസൈറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഒരു അടയാളമാണ്. നമ്മളിപ്പോൾ യൂറോപ്പിലൊക്കെ നോക്കിയാൽ ചെറിയ കാര്യങ്ങൾക്ക് വരെ പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാവും, ആളുകൾ അതിനെപ്പറ്റി എഴുതും, സംസാരിക്കും, തർക്കിക്കും. അപ്പോൾ അതൊരു ഡെവലപ്ഡ് മെച്യൂർ സൊസൈറ്റിയുടെ ഒരു സൈനാണ്. ഭയങ്കര എന്താ പറയുക, ഏറ്റവും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നമുക്ക് ഡിബേറ്റ് ചെയ്യാനും അതിനെ വോയിസ് ചെയ്യാനും അതിന് ക്രിട്ടിക്കൽ ആവാനുള്ള ഒരു സ്പേസ് നമുക്കുണ്ട്. അത് ആക്ച്വലി ഒരു നല്ല കാര്യമാണ്. അപ്പൊ അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന ആളുകളാണ് മലയാളികൾ. അപ്പൊ എല്ലാ കാര്യവും നമ്മൾ ക്രിട്ടിക്കലായിട്ട് കാണുന്നു. അപ്പൊ ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം, ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇപ്പോഴും കുറേയൊക്കെ എങ്ങനെയാണ്, എന്നാലും ഐ ഹവ് ട്രൈഡ് ടു ചേഞ്ച്. ദി റീസൺ ഇസ് ദാറ്റ് നമ്മൾ വേറൊരു സംസ്ഥാനത്തേക്ക് പോയിട്ട് അവിടെ കുറച്ച്, ഇപ്പൊ ഞാൻ ഒറീസയിൽ 1 വർഷം പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തപ്പോൾ ജീവിച്ചു. പിന്നെ ഞങ്ങളുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടൊക്കെ മറ്റു പല സംസ്ഥാനങ്ങളും പോകാനും ജീവിക്കാനും പഠിക്കാനും ഒക്കെ പറ്റി. അവിടുത്തെ ഒക്കെ സിറ്റുവേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഐ എം നോട്ട് സേയിങ് വി ആർ ദ ബെസ്റ്റ് അല്ലെങ്കിൽ ഇനി ഒന്നും പോകാനില്ല എന്നല്ല, ബട്ട് വി ഷുഡ് ഓൾസോ ട്രൈ ടു പുട്ട് തിങ്സ് ഇൻ പെർസ്പെക്റ്റീവ്.
എന്താണ് റിയാലിറ്റി നമ്മുടെ ചുറ്റിലുള്ളതെന്ന് മനസ്സിലാക്കാതെ ഇവിടെയുള്ള ഇഷ്യൂസ് മാത്രം കാണാൻ തുടങ്ങിയാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ ഒന്നും നടക്കുന്നില്ല, ആരും ഒന്നും ചെയ്യുന്നു. പക്ഷെ ഇഫ് യു ലുക്ക് അറ്റ് കമ്പയർ അവർ സെൽസ് വിത്ത് എനി അതർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ, ഏറ്റവും ഡെവലപ്ഡ് സെക്കൻഡ് മോസ്റ്റ് ഡെവലപ്ഡ് സ്റ്റേറ്റ് ആയിട്ട് കമ്പയർ ചെയ്താൽ പോലും വി ആർ ഏജസ് അഹെഡ്. നമുക്ക് പോയി കാണുമ്പോൾ നമ്മൾ 10-40 വർഷം മുമ്പാ അവരെക്കാളും. ഇഫ് യു കമ്പയർ ടു സം അതർ സ്റ്റേറ്റ്സ് വി ആർ ഈവൻ സെഞ്ചുറീസ് അഹെഡ് എന്ന് പറയാം. മനസ്സിലായില്ലേ? അപ്പൊ ഇലക്ട്രിസിറ്റി പോലും എത്തിയിട്ടില്ലാത്ത, റോഡില്ലാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഈ ക്രിട്ടിസൈസ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ലക്ഷറിയാണ് നമുക്ക് ഈ ഒരു ഡെവലപ്മെന്റിലൂടെ കിട്ടിയിരിക്കുന്നത്. വി ഷുഡ് യൂസ് ദാറ്റ് സോ ദാറ്റ് ഇനിയും ഡെവലപ്പ് ചെയ്യും. ഇപ്പൊ നമ്മുടെ ചുറ്റിലും കാണുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും ഈ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇറ്റ് ഡസൻ എൻഡ് എനിവേർ. എവിടെ വന്ന് എത്തിയാലും വി വിൽ സ്റ്റിൽ ഫീൽ ദാറ്റ് ഇനിയും കുറെ ചെയ്യാനുണ്ട്. അങ്ങനെ ഒരു ഡിമാൻഡ് വരും. ആ ഡിമാൻഡിനൊത്ത് ഗവൺമെന്റ്സും അല്ലെങ്കിൽ ഗവർണിംഗ് മെക്കാനിസംസ് മാറും, പിന്നെ ഡെവലപ്പ്. അങ്ങനെ ഗ്രാജുവലി. പിന്നെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റ് കൂടി വരും തോറും ദ റേറ്റ് ഓഫ് ചേഞ്ച് ബിക്കം സ്ലോവർ അല്ലേ? കാരണം നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യാനുള്ള സമയത്ത് പെട്ടെന്ന് കുറെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കുറെ ചേഞ്ചസ് ഉണ്ടാവും. ഇപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇനിയും അറ്റൈൻ ചെയ്യാനുള്ളൂ ടുവേർഡ്സ് ഡെവലപ്മെന്റ്. അപ്പോൾ ആ റേറ്റ് സ്ലോ ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി ടിഡിയസ് പ്രോസസ്, കോൺസ്റ്റന്റ് ഡയലോഗ് ആൻഡ് ഡിസ്കഷൻ ആൻഡ് ഡിബേറ്റ്. പക്ഷെ അത് മാറുന്നുണ്ട്. കാരണം ഒരു പുറത്തുനിന്നുള്ള പെർസ്പെക്ടീവ് നോക്കിയാൽ ഭയങ്കരമായിട്ട് മാറ്റം. അപ്പൊ നമ്മളെ തന്നെ നോക്കുമ്പോഴാണ് നമ്മൾ സെൽഫ് ക്രിട്ടിക്കൽ ആവുന്നത് നല്ലതാണ്. അതും ഈ ഒരു പ്രോസസ്സിന്റെ ഒരു വലിയ കോമ്പോണന്റ് ആണ്. ബട്ട് ഓൾസോ ട്രൈ ടു സീ ദി അതർ സൈഡ് സോ ദാറ്റ് എപ്പോഴെങ്കിലും നമ്മൾ അപ്രീഷിയേറ്റീവ് ആവണ്ടേ? നമ്മൾ എപ്പോഴും ക്രിട്ടിക്കൽ ആയിക്കൊണ്ടിരുന്ന. ഇപ്പം ശ്രീ പറഞ്ഞപ്പം എനിക്ക് മനസ്സിലാവുന്നു. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു സ്റ്റേറ്റിൽ തന്നെ നിന്നിട്ട് അയ്യോ നമ്മൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ചെയ്തു തരുന്നില്ല എന്നൊക്കെ കുറെ നമ്മളും ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. അത് വേണം. ദാറ്റ്സ് ഓൾസോ റിക്വയർഡ്. സോ ദാറ്റ് നമ്മൾ അങ്ങനെ വോയിസ് ചെയ്താലാണ് കൂടുതൽ മാറാൻ ഈ ഗവർണിംഗ് മെക്കാനിസംസ് ശ്രമിക്കുകയുള്ളൂ, ഇനിയും ഇമ്പ്രൂവ്മെന്റ് വരുള്ളൂ. പക്ഷെ അതിന്റെ മറ്റേ സൈഡും നമ്മൾ ഒന്ന് ഇടയ്ക്ക് കാണണം. അതായത് ഇതുവരെ നമ്മൾ എന്തൊക്കെ നേടി. ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ് നമ്മുടെ നിപ വൈറസിനെ നമ്മൾ ഹാൻഡിൽ ചെയ്ത കാര്യം. അത് എല്ലാവരും ഡെവലപ്ഡ് രാജ്യങ്ങൾ വരെ അത് കണ്ടിട്ട് ഞെട്ടിയിരിക്കുകയാണ്. ഐ മീൻ ഹൗ കുഡ് യു ലിമിറ്റഡ് ടു ഈ പറഞ്ഞ ലെസ് ദാൻ 20 ഡെത്ത്സ് അല്ലെങ്കിൽ അത്രയും ആയിട്ടുള്ളൂ. 2 പേര് റിക്കവർ ചെയ്തു. ഐ മീൻ അത് ഫസ്റ്റ് ടൈമാണ്. അപ്പൊ എങ്ങനെ സാധിച്ചു എന്ന് പറഞ്ഞാൽ അത് വണ്ടറാ. അപ്പൊ അങ്ങനത്തെ ഒത്തിരി. അപ്പൊ ഈ മെക്കാനിസം ഒന്നും ഒരിക്കലും നമ്മൾ ഇതൊന്നും ഇല്ലെങ്കിൽ ഇപ്പൊ ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ നല്ലതാന്ന് ഒരു മനുഷ്യനും പറയില്ല. ഞാനൊരു കാര്യം പറയാം. നമ്മുടെ നാട്ടിലെ ഒരു IAS ഓഫീസർ ഞാൻ പറയാം, നമ്മുടെ നാട്ടില് കേരളയില് നമ്മൾ ഈ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിൽ പോകുന്നുണ്ടല്ലോ, ഒരൊറ്ററില്ല കേട്ടോ ഗവൺമെന്റിന് നല്ലത്. അയ്യോ അത് ചുമ്മാ പണിയായോ? അതൊക്കെ ഒത്തിരി മാറി. ഇപ്പൊ ഒരുപാട് അല്ല പോയിട്ട് എന്നാണ് അവസാനം പ്രൈമറി ഹെൽത്ത് സെന്റർ പോയത്? ചെറിയ കുട്ടിയായിരിക്കും അല്ല, പക്ഷെ പോണം, നേരിട്ട് പോയി കാണണം, എന്നിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇതും ആൻഡ് യു കമ്പയർ ഇറ്റ് ടു. ഞാൻ ഒരു ചെറിയ കഥയും കൂടെ, ഭയങ്കര ബോറിംഗ് ആണ്, പക്ഷെ എന്നാലും ഇത് തുടങ്ങി വെച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. ഞാനൊരിക്കൽ UP പോയി ഒരു ഗ്രാമത്തില്. ആൻഡ് ഇറ്റ്സ് ദാറ്റ് വില്ലേജസ് ഒരു ലെസ് ദൻ 100 കിലോമീറ്റേഴ്സ് ഫ്രം ഡൽഹി, നാഷണൽ ക്യാപിറ്റൽ നിന്ന് 100 കിലോമീറ്റർ അടുത്തുള്ള സപ്പോസ് ടു ബി ദ ഡെവലപ്ഡ് സൈഡ് ഓഫ് UP ആണ്. അവിടെ ഞങ്ങള് വില്ലേജ് അറ്റാച്ച്മെന്റിന് പോയതാണ്. അപ്പൊ ഞങ്ങള് ഈ പറഞ്ഞ മാതിരി ഓരോരുത്തർക്കും ഓരോ സെക്ടർ തന്നു. അപ്പൊ ഞാൻ ഡോക്ടർ ആയതുകൊണ്ട് ഹെൽത്ത് സെക്ടർ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഒരു 4000 പേരുള്ളൊരു ഗ്രാമം, അതിലൂടെ ഇങ്ങനെ നമ്മൾ നടക്കുക. ടിപ്പിക്കൽ ഒരു നോർത്ത് ഇന്ത്യൻ വില്ലേജ്. അതുകൊണ്ട് നടക്കുമ്പോൾ ഞാൻ ഹെൽത്ത് സെക്ടർ എങ്ങനെയുണ്ട്, എത്ര ഡോക്ടർമാരുണ്ട് എന്നൊക്കെ അന്വേഷിച്ച് പോയപ്പോഴത്തേക്കും നാട്ടുകാരൊക്കെ നമ്മുടെ കൂടെ ഇങ്ങനെ വരും. ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കുട്ടികളൊക്കെ ഡോക്ടർമാരത്തേക്ക് കൊണ്ടുപോയി. ഞാൻ നോക്കിയപ്പോൾ 4000 പേർക്ക് 9 ഡോക്ടർമാർ ആ ചെറിയ ഗ്രാമത്തിൻ്റെ അകത്ത്. അപ്പം ഞാൻ ഞെട്ടിപ്പോയി. 9 ഡോക്ടർമാരോ? പോയിട്ട് അവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ മനസ്സിലായി 9 വ്യാജന്മാരാ. ആ എക്സ്പയറി തീർന്ന മരുന്ന് കുത്തി വെക്കുക, നീഡിൽ റീയൂസ് ചെയ്യുക, അയാൾക്ക് സ്റ്റെത്ത് കഴുത്തിൽ വെക്കാൻ പോലും അറിയാത്ത ഒരാളുണ്ട്. ഇതൊന്നും ഞാൻ എക്സാജറേറ്റ് ചെയ്യുന്നതല്ല, ഞാൻ നേരിട്ട് കണ്ട കാര്യങ്ങൾ. ഞാൻ 3 പേരെ പൂട്ടിച്ചു. ഞാൻ തന്നെ അവിടെ ഇട്ട് അവർ പിന്നെ തുറന്ന് കാണും. നമ്മുടെ ഒരു രസത്തിന് നമ്മൾ പൂട്ടിച്ചു. അതാണ് അവസ്ഥ. കേരളത്തിൽ എത്ര വ്യാജ ഡോക്ടർമാരെ കണ്ടിട്ടുണ്ട്? ആരുമില്ല. ഡിഫറെന്റ് സ്ട്രീംസ് ഓഫ് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നവർ, ഡിഫറെന്റ് സ്കൂൾസ് ഓഫ് മെഡിസിൻ എന്ന് വരുന്നവരൊക്കെ ഉണ്ടാവും. ദിസ് ഇസ് ലൈക്ക് ഞാൻ MBBS ഡോക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. എടുത്ത് നോക്കിയപ്പോൾ 40 കൊല്ലം മുമ്പ് ഏതാണ്ട് ഒരു വർഷത്തെ കണ്ട് കോഴ്സ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സർട്ടിഫിക്കറ്റിൽ ഒന്ന് വയസ്സായി, 10-60 വയസ്സായി. ഞാൻ പോകുമ്പോൾ ഒരു കുട്ടി ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോവാ, കുപ്പിയെടുത്ത് നോക്കിയപ്പോൾ എക്സ്പയറി കഴിഞ്ഞു. നമ്മൾ ഇത്ര സിമ്പിൾ ആയിട്ടാ പറയുന്നത്. നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ആലോചിച്ചു, നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റുമോ? അല്ലെങ്കിൽ കേരളത്തില് ഇത് നല്ലൊരു ഈസി മെക്കാനിസം, ഒരു ടെക്നിക്കാണ്. കേരളത്തിൽ എത്ര വർഷം മുമ്പ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു കാണും? 50, 60, 70, 100 വർഷം മുമ്പാ. അതിനുശേഷം ഒന്നും ഇങ്ങനത്തെ സിറ്റുവേഷൻ ഇല്ല. ഇത് വെച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ ഹെൽത്ത് സെന്ററിൽ ഇപ്പൊ ഈ മെഡിസിൻ എന്ന് പറഞ്ഞ പദ്ധതിയും കൂടി വന്നു കഴിഞ്ഞാൽ ആ ഡോക്ടേഴ്സ് വിൽ സ്റ്റാർട്ട് പ്രിസ്ക്രൈബിംഗ് ഓൺ ദ കമ്പ്യൂട്ടർ. എവിടെ ഇമാജിൻ ചെയ്യാൻ പറ്റും? ലോകത്തിലെ ഡെവലപ്ഡ് രാജ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഒരു കമ്പ്യൂട്ടറിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നു, ഒരു പേപ്പറും ഇല്ല. പേഷ്യന്റ് ഇവിടെ നിന്നിട്ട് അവിടെ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ എൻ്റെ ഒരു നമ്പർ ഉണ്ട്, ആ നമ്പർ പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതിനകത്ത് ഉണ്ടാവും.
അതിനകത്ത് പ്രിസ്ക്രിപ്ഷൻ അടിക്കുന്നു, അടുത്ത കൗണ്ടർ പോയി കഴിഞ്ഞാൽ ഫാർമസിയിൽ നിന്ന് ആ മരുന്ന് കമ്പ്യൂട്ടർ വഴി അവിടെ വരും, മരുന്ന് തരും, എല്ലാം ജനറിക് മെഡിസിൻ. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് പദ്ധതികൾ പൈപ്പ് ലൈനിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇറ്റ് വിൽ ബി ഗ്രാജുവൽ. അതിന്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ വി സ്റ്റാർട്ട് ക്വസ്റ്റ്യനിങ്. അതിനെ മാത്രം നമ്മൾ അത് നല്ലതാ. ബിക്കോസ് ഇപ്പൊ നമ്മൾ ഇത്രയൊക്കെ ചെയ്താലും യു ഷുഡ് ക്വസ്റ്റ്യൻ സോ ദാറ്റ് നാളത്തെ നമ്മുടെ പ്രിപ്പയർഡ്നെസ് അല്ലെങ്കിൽ റെസ്പോൺസ് ഇതിനേക്കാൾ സ്ട്രോങ് ആയിരിക്കും. ശരിക്കും ഇപ്പൊ ശ്രീ അവിടെ എല്ലാം പോയേച്ച് വന്നോണ്ടാണ് ഇപ്പൊ ഞാനൊക്കെ അറിയുന്നേ. ഇല്ലേ നമ്മൾ അറിയല്ലോ, നമ്മൾ ഈ ഒരു ഇടയ്ക്കൊന്ന് നമ്മൾ ഒന്ന് കറങ്ങിയൊക്കെ വരുന്നത് നല്ലതാ. എന്നാ ചെയ്യാൻ നോക്കും, കോട്ടേജ് പോരാട്ടല്ലേ ഒക്കത്തുള്ളൂ. പൂട്ടിക്കാനൊന്നും പറ്റത്തില്ലല്ലോ, പൂട്ടിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ബട്ട് യു ഹാവ് ദ പവർ ടു ഡു ദാറ്റ്. അപ്പൊ അങ്ങനെ ഉള്ളവരൊക്കെ ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ കറക്കത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് യു ആർ സോ ഫൗണ്ട് ഓഫ് ബൈക്ക് അല്ലേ, മെൻ ബുള്ളറ്റ് ഏകദേശം ക്രേസ് ആണോ? കുറച്ച് ഭയങ്കരമായിട്ടൊന്നുമില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും കുറെ യാത്ര ചെയ്ത ആളാണ്. അങ്ങനെയൊന്നുമില്ല, താല്പര്യമുണ്ട്. 1-2 പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട്. എങ്ങനെ കൂടുതലും യാത്ര ത്രൂ ബുള്ളറ്റ്സ് ഓർ? ഇല്ല, എനിക്കൊരു ബുള്ളറ്റ് ഉണ്ട്. അത് ചെറിയ റൈഡിനൊക്കെ പറ്റുള്ളൂ, ഇച്ചിരി പഴയ വണ്ടിയാണ്. പിന്നെ അല്ലാതെ ഞാൻ 1-2 റൈഡ് പോയിട്ടുള്ളത് ഞാൻ റെന്റ് ചെയ്തിട്ട്, അവിടെ നിന്ന് റെന്റ് ചെയ്തിട്ട്. എവിടെയൊക്കെ പോയിട്ടുണ്ട്? ഈ ലഡാക്കിലാണ് മെയിൻ ആയിട്ടൊരു ഒരു ലോങ് റൈഡ് എന്ന് പറയുന്നത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത്. എന്താ പറയാ, ഫസ്റ്റ് ടൈം ആണ് ശരിക്കും അത്രയും ഒരു 7 days ആൻഡ് അറൌണ്ട് 1600 kilometers കണ്ടിന്യൂസ് ആയിട്ട് 7 days റൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഭയങ്കര ഭയങ്കര നമ്മുടെ എൻഡ്യൂറൻസിന്റെ ഒക്കെ ഒരു വലിയൊരു ടെസ്റ്റാ. മോർ ദാൻ ദി എൻജോയ്മെന്റ് ആൻഡ് ഓൾ ദാറ്റ്. തുടക്കത്തിൽ ഭയങ്കര രസമാണ്. നമ്മൾ ഈ ലഡാക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഡിഫറെന്റ് ഒരു സ്ഥലമാണ്. എന്താ പറയാ, ഒറ്റ ഇതിൽ പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് യു ഫീൽ ദാറ്റ് ഇറ്റ് ഇസ് ഔട്ട് ഓഫ് ദിസ് വേൾഡ്. വേറൊരു ബ്യൂട്ടി അവിടെ. ഐ മീൻ അവിടുത്തെ മലകൾക്കായാലും അവിടുത്തെ കളർ ടോൺസ് ഒക്കെ ഡിഫറെന്റാ. അപ്പോൾ ആദ്യം നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര ആദ്യത്തെ ദിവസമൊക്കെ ഭയങ്കര എൻജോയ്മെന്റാ. ഉച്ചയൊക്കെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അതൊന്നും നമ്മൾ അറിയുന്നേ ഇല്ല. ഇറ്റ് ഈസ് ഓൾ ബ്ലഡ്. നമ്മൾ ആ റൈഡ് മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് അബൌട്ട് enduring it and reaching your destination, taking a rest for the night and then നാളെ രാവിലെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. സോ കുറച്ചുകൂടി ഒരു ഇന്റേണൽ പ്രോസസ്സായി മാറും ദ ഹോൾ എക്സ്പീരിയൻസ്. മറ്റേത് കൂടുതൽ എക്സ്റ്റേണൽ, നമ്മൾ നിർത്തി ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യും നമ്മൾ. ബട്ട് എപ്പോഴും ബാക്ക് ഓഫ് ദ മൈൻഡിൽ നമുക്ക് ഉണ്ട്. കാരണം ഇരുട്ടാൻ പാടില്ല, മഴ പെയ്യാൻ പാടില്ല, നമുക്ക് സേഫ് ആയിട്ട് അവിടെ എത്തണം, നമ്മുടെ ഒരു കാൽക്കുലേഷൻ തെറ്റാൻ പാടില്ല, ഫ്യൂവല്, വണ്ടിയുടെ ഫിറ്റ്നസ്, നമ്മുടെ ഫിറ്റ്നസ്, ഹങ്കർ. അപ്പോൾ കുറച്ചുകൂടി ഒരു സർവൈവൽ മോഡിലാണ് നമ്മൾ. അപ്പോൾ മൊത്തത്തിൽ ആ പുറത്തുള്ള ഒരു ഭംഗിയുടെ കൂടെ ആവുമ്പോ യു ക്യാൻ ഡു ദിസ് ഓൺ എ നാഷണൽ ഹൈവേ ഓൾസോ. ഇവിടുന്ന് ഡൽഹി വരെ ഓടിച്ചു പോവാം. പക്ഷെ അങ്ങനത്തെ ഒരു ഭംഗിയുള്ള ഒരു സ്ഥലത്ത് ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര ഒരു കോൺട്രാസ്റ്റ് ആണ് രണ്ടും തമ്മിൽ. ഭയങ്കര ഒരു എക്സ്പീരിയൻസ്. അതെ അതെ, ഇറ്റ്സ് ലൈക്ക് when you're watching a comedy film and you're going through pain. ആ ഒരു കോൺട്രാസ്റ്റിന് എങ്ങനെ both are feelings that you have to feel and digest at the same time. അതൊരു ഭയങ്കര രസമാണ്. അത് ശരിക്കും പറയുന്നതിന്റെ ഒരു ഇച്ചിരി ഒരു പെർസെന്റേജ് മനസ്സിലാക്കാം. പക്ഷെ അത് പോയി കഴിയുമ്പോഴൊന്നും ഒരിക്കലും പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. പറയുകയാണെങ്കിൽ ഇപ്പൊ പറയാം അവിടുത്തെ പാങ്കോങ് ലേക്ക് നല്ലതാണ്, മൊണാസ്ട്രി ഉണ്ട്, അങ്ങനെ അല്ലാതെ യു കനോട്ട് ഡിസ്ക്രൈബ് ദി എക്സ്പീരിയൻസ്. അത് യു ഹാവ് ടു ആൻഡ് ഈച്ച് വൺ ഐ ബിലീവ് വിൽ ഹാവ് എ ഡിഫറെന്റ് എക്സ്പീരിയൻസ്. ഡെഫിനറ്റ്ലി. പിന്നെ ഈ പറഞ്ഞ പോലെ ബീയിങ് ബ്രാഹ്മൺ ആൻഡ് ഓൾ, ഈ പലയിടത്തും ഇങ്ങനെ പോകുമ്പോൾ വാട്ട് അബൌട്ട് യുവർ ഫുഡ്? ഫുഡൊക്കെ ഇവിടെ എല്ലായിടത്തും മാനേജ് ചെയ്യാലോ. വെജിറ്റേറിയൻ, നോ പ്രോബ്ലം. യു ആർ നോട്ട് സോ ഫാസ്റ്റ് അബൌട്ട് ഇറ്റ്. ഞാൻ വെജിറ്റേറിയൻ ആണെന്നുള്ളത് ഒഴിച്ചാൽ ഇന്നത് വേണം നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഒരു വലിയൊരു ഫുഡി ഒന്നുമല്ല. ഒന്നുമില്ല. ഓക്കെ. ഇപ്പം നമ്മള് കളക്ടറായിട്ട് തിരുവല്ല കഴിഞ്ഞിട്ട് നെക്സ്റ്റ് യു വെന്റ് ടു ദേവികുളം. ഓക്കെ. അവിടെ എത്ര ദിവസം ഉണ്ടായിരുന്നു? അവിടെ 1 year. 1 year. ഓക്കെ. ഹാവ് യു ഗോട്ട് എനി പണിഷ്മെന്റ് ഓവർ? ഒന്നുമില്ല. ഇല്ല, പൊതുവെ ഇങ്ങനെ പണിഷ്മെന്റ് കിട്ടുമ്പോ ഈ കൊണ്ട് ഇടുക്കിയിലും ഇവിടെയൊക്കെ ഇടുമ്പോഴത്തേക്ക് ശരിക്കും നമ്മളൊരു എന്താ പറയാ, ഒരു ആമയെ കൊണ്ടൊരു കുളത്തി ഇട്ടേച്ച് ജീവിച്ചോന്ന് പറയാം. അതൊരിക്കലും ഒരു പണിഷ്മെന്റ് ഒന്നും അല്ല. കാരണം ഇപ്പം നമ്മളെല്ലാരും അല്ലാത്ത ആളുകളൊക്കെ അത്രയും കാശ് മുടക്കി റിസോർട്ടും ബുക്ക് ചെയ്ത് പോകുന്ന സ്ഥലമാണ് മൂന്നാർ. അവിടെ പോയിട്ട് നിർബന്ധിച്ച് 1 വർഷം ജീവിക്കാൻ പറഞ്ഞാൽ എങ്ങനെ പണിഷ്മെന്റ് ആവുന്നേ? അത്രയും ഗംഭീരമായ സ്ഥലത്ത് എത്ര എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, എത്ര യാത്ര ചെയ്യാനുണ്ട്. ശരിക്കും ജസ്റ്റ് അവിടെ നമ്മുടെ സബ് കളക്ടറുടെ ഏറ്റവും രസകരമായ കാര്യം തന്നെ സബ് കളക്ടർ ബംഗ്ലാവാണ്. അതൊരു കാട്ടിന്റെ ഉള്ളിൽ ഒരു 100 വർഷം പഴക്കമുള്ള ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവ്. അവിടെ പോയിട്ട് നിർബന്ധമായിട്ട് നീ ഫ്രീ ആയിട്ട് താമസിച്ചേ പറ്റുമെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാട്ടോ. മൂന്നാറിൽ ഭയങ്കര തണുപ്പൊക്കെ ഭയങ്കര ഭംഗിയുള്ള സ്ഥലമല്ലേ, ഭയങ്കര പണിഷ്മെന്റ് ആട്ടോ. ശരിക്കും അവിടെ ഇപ്പൊ ബ്രിട്ടീഷുകാർ കുറെ അതിന്റെ നേച്ചർ അനുസരിച്ച് കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ രീതിയിലാണ് ഉണ്ടാക്കിയേക്കുന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ അവിടെ മരങ്ങളൊക്കെ ഒത്തിരി മുറിച്ചേച്ച് നമുക്ക് അതിന്റേതായ ഒരുപാട് നാശങ്ങൾ സംഭവിക്കുന്നു. അവിടുത്തെ ഇഷ്യൂസ് ഉണ്ട്. കാരണം അതിപ്പോ അവിടെ മാത്രമല്ല, നമ്മളിപ്പോ വേറെ ഡിസ്ട്രിക്ട്സ് എടുത്ത് നോക്കിയാലും വേറെ സ്ഥലങ്ങളിലും ഒക്കെ ഉണ്ട്.
മൂന്നാർ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പാർട്ട് ഓഫ് ദി വെസ്റ്റേൺ ഗാർഡ്സ്, കുറച്ച് ഇക്കോളജിക്കലി സെൻസിറ്റീവ് ആണ്. എന്നാന്നോ ഞാൻ എന്റെ ഒരു അറിവ് പറയാം, വെദർ ഇറ്റ് ഇസ് റോങ് ഓർ റൈറ്റ്. എന്നാന്നോ നമ്മൾ ശരിക്കും ബ്രിട്ടീഷുകാർ ചെയ്തു വെച്ചേക്കുന്ന അത് നമുക്ക് ആ അറേബ്യൻ സീയുടെ ചൂട് കാറ്റ് അധികം അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇറ്റ് ഷുഡ് ബി എന്താ പറയാ ഫിൽട്ടർ ചെയ്ത് ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ ബി ആ ടെമ്പറേച്ചർ ഇച്ചിരി ഒന്ന് കുറയും. അപ്പൊ നമ്മൾ ഈ ചെടിയെല്ലാം വെട്ടി കളഞ്ഞേച്ചേ ഉള്ള കോൺക്രീറ്റ് ഇതൊക്കെ വരുവാന്നേല് പിന്നെ ഇപ്പത്തെ ജനറേഷൻ അനുഭവിക്കുകയല്ലായിരിക്കാം. അല്ല, അതൊരു ബാലൻസ് ആണ് എപ്പോഴും. നമ്മള് ഇത്രയും കേരളത്തിലെ ജനസംഖ്യക്ക് മൊത്തം മൂന്നാറിൽ പോവുകയും വേണം, അവിടെയൊക്കെ താമസിക്കുകയും വേണം. പക്ഷെ ഒന്നും കെട്ടാൻ പാടില്ല. ദേർ ഷുഡ് ബി എ ബാലൻസ് അല്ലേ? ഓഫ് കോഴ്സ് എന്താ പറയാ ഇഷ്യൂസ് ഉണ്ട്, അൺസയന്റിഫിക് ആയിട്ട് കെട്ടിയിട്ടുള്ള കൺസ്ട്രക്ഷൻസ് ഉണ്ടാവും. ബ്രിട്ടീഷുകാരും ഫുള്ളി കറക്റ്റ് ഒന്നും ആയിരുന്നില്ല. പറയാൻ പോവുകയാണെങ്കിൽ ദി എൻറ്റയർ മൗണ്ടൻ വാസ് ഫോറസ്റ്റ്. ഒരു ബ്രിട്ടീഷുകാരൻ വന്നിട്ട് അതിൽ മുഴുവൻ വെട്ടിയിട്ട് തേയില വെച്ചത്. ദാറ്റ് ഹാപ്പൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി 19th century. അതുവരെയും ഒരു ഡെൻസ് ഫോറസ്റ്റ് ആയിരുന്നു അത് രാജാവിന്റെ കയ്യിൽ നിന്ന് ലീസ് എടുത്തിട്ട് ഫുള്ള് വെട്ടിയിട്ട് തേയില വെച്ചു. സോ നോബഡി ഈസ് എൻറ്റയർലി കറക്റ്റ് ഓർ റോങ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇത് പല കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ട് വരുന്നേ ഉള്ളൂ. ഇതിനെപ്പറ്റിയൊന്നും നമ്മൾ ഈ ഒരു ലെവൽ ഓഫ് ഡെവലപ്മെന്റിൽ സം തിങ്സ് വി ആർ ബിറ്റ് ബിഹൈൻഡ് സ്കെഡ്യൂൾ, സം തിങ്സ് വി ആർ അഹെഡ് ഓഫ് സ്കെഡ്യൂൾ. അപ്പോൾ അത് ഒരു ലേണിംഗ് കർവ് ആണ്. ബട്ട് ഐ തിങ്ക് വി ഹവ് സ്റ്റാർട്ടഡ് റിയലൈസിങ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ശ്രീ ഇപ്പൊ പറഞ്ഞല്ലോ എവറിബഡി എല്ലാവരും ശരിയാണ് എന്ന് വിശ്വസിക്കരുത്, എല്ലാവരും ചിലപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ബ്രിട്ടീഷുകാർ തന്നെ കുറെ ചെടി വെട്ടിയേച്ച് അവിടെ തേയിലത്തോട്ടം വെച്ചെന്ന് പറഞ്ഞ് ഇപ്പം ശ്രീയുടെ കണ്ണിൽ തന്നെ കുറെ പേര് കുറ്റം ചെയ്തവരുണ്ടാവും. ആൻഡ് യു നോ ഇറ്റ് വെരി വെൽ ദാറ്റ് ഹി ഡിഡ് റോങ്. അവിടെ ശ്രീ ആരെങ്കിലും കറക്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ടോ? അല്ല, ബേസിക്കലി പറഞ്ഞാൽ ഇറ്റ് ഡിപെൻഡ്സ് ഓൺ വെദർ യു ഹാവ് ദ റൈറ്റ് ടു കറക്റ്റ് ദാറ്റ് പേഴ്സൺ അല്ലേ. ചുമ്മാ നമ്മൾ റോഡിൽ ഒരാൾ അതാ പറഞ്ഞേ, അത് നമ്മുടെ ഇതിന്റെ അകത്ത് വരുന്ന നമ്മുടെ ഒരു ആംബിറ്റിൽ വരുന്ന നമ്മുടെ ഒരു ഇതിൽ വരുന്ന ഒരു ഇഷ്യൂ ആണെങ്കിൽ നമ്മൾ ഇടപെടും. അല്ലെങ്കിൽ യു ക്യാൻ പ്രോബ്ലി റിപ്പോർട്ട് ടു ദ കൺസേൺ പേഴ്സൺ. അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാമല്ലോ. അതല്ലേ പറയുന്ന നിയമത്തിൽ തന്നെ എവറി കോമൺ മാൻ ക്യാൻ ബി എ പോലീസ് ഓഫീസർ. ഒരു ക്രൈം നടക്കുന്നുണ്ടെങ്കിൽ യു ഹാവ് ദ റൈറ്റ് ടു അറസ്റ്റ് എ പേഴ്സൺ. അങ്ങനെയാണ് നിയമത്തിൽ എഴുതിയിരിക്കുന്നത്. നമ്മൾ എത്ര പേര് ചെയ്യുന്നു? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈയിടെ TV കണ്ടതാണ്, ഒരു സ്ത്രീയെ ഒരു ഭർത്താവ് വെട്ടിക്കൊന്നേച്ച് റോഡിലോട്ട് എറിയുക. എന്ന് വെച്ച് നമ്മൾ കാണുന്ന TV-ല് അത് റോട്ടിൽ കിടന്ന ആ സ്ത്രീ പിടയ്ക്കുക. നമ്മുടെ ഒരു മനുഷ്യൻ പോലും ആ സ്ത്രീയെ ഒന്ന് എടുക്കാൻ വൈ അവർ കൊണ്ടുപോയി ഒരു ഹോസ്പിറ്റലാക്കി കഴിയുമ്പോഴത്തേക്ക് അയാൾ വിക്ടിമായി കേസായി, പിന്നെ അയാളുടെ തലയിലായി. ഒരു ആക്സിഡന്റ് നടന്നാൽ പോലും നോബഡി ടേക്സ് ഇനിഷ്യേറ്റീവ് ടു ടേക്ക് ഹിം ടു ദ ഹോസ്പിറ്റൽ. അതൊക്കെ മാറിട്ടോ. ഈ സാധനം ഈ ഫേക്ക് ന്യൂസ് നമ്മൾ സൂക്ഷിക്കണം കേട്ടോ. കേരളത്തിൽ ഈ പ്രശ്നമില്ല. ഐ ഹാവ് പേഴ്സണലി ഡൺ ദിസ്. ആക്സിഡന്റ് ആയ ആളെ ഞാൻ ആരാന്നൊന്നും ആർക്കും അറിയത്തില്ലായിരുന്നു. ഇല്ല, കേരളത്തിൽ ഈ ഇഷ്യൂ ഇല്ല. യു ഷുഡന്റ് സേ ദാറ്റ് അറ്റ് ഓൾ. ദിസ് ഹാസ് ബീൻ ഫുള്ളി സോൾവ്ഡ് ഇൻ കേരള. കേരളത്തിൽ ഒരു ഹോസ്പിറ്റൽ എല്ലാ സ്ഥലത്തും നിയമപരമായിട്ട് അങ്ങനെ ഉണ്ടെന്നാണ്. ബട്ട് ഇവിടെ ഫുള്ളി ഇംപ്ലിമെന്റഡ് ആണ്. ഒരു റോഡ് ട്രാഫിക് വിക്ടിമിനെ ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് പോയാലും യു വോണ്ട് ബി ഹെൽഡ് റെസ്പോൺസിബിൾ ഇൻ എനി വേ. അവിടെ കൊണ്ടുപോയി ഏൽപ്പിച്ചിട്ട് നമുക്ക് വരാം. എൻ്റെ ഫ്രണ്ട്സ് പല ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ മാസം പോലും എനിക്ക് പരിചയമുള്ള നന്നായി അറിയാവുന്ന ഒരാൾക്ക് ഇത് സംഭവിച്ചു. കണ്ടു, വണ്ടിയിൽ എടുത്തുകൊണ്ട് പോയി കൊണ്ടുപോയി വിട്ടു, ഓളം പറഞ്ഞു. 100% you shouldn't say that about Kerala. ബാക്കി എനിക്കറിയില്ല. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. ബിക്കോസ് എന്താ അറിയോ, നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ ഇതൊരു ബേസ് ആയിട്ടൊരു ന്യൂസ് ഉണ്ട്. ഇതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഇതിന് രസകരമായ വേറൊരു കാര്യം എന്ന് വെച്ചാൽ കണ്ണൂർ കളക്ടർ മീർ മുഹമ്മദ് അലി, എന്റെ 2 ബാച്ച് സീനിയറാ, ഈസ് നൗ സ്റ്റാർട്ടഡ് എ പ്രോഗ്രാം. ഇത് കണക്ട് ചെയ്യാൻ പറ്റിയോണ്ട് ഞാൻ ഇപ്പൊ പറയുന്നതാ. ഫേക്ക് ന്യൂസ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാമെന്ന് സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം അവർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. കണ്ണൂരിൽ സ്റ്റാർട്ട് ചെയ്തു. 150 സ്കൂൾസിൽ ഇപ്പൊ ലോഞ്ച് ചെയ്യാൻ പോവാ. വളരെ അത്യാവശ്യമാണ്. കാരണം ഇങ്ങനത്തെ ഒരു ഇമേജ് ആണ് നമുക്കുള്ളത്. ഇത് മാറി വരും ആർക്കും അറിയില്ല. ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെയാ, ഒരാള് പോയിട്ട് ഒരു പ്രോബ്ലം ഉണ്ടാവുമ്പോ അത് റിപ്പോർട്ട് ചെയ്യപ്പെടും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരും. അത് നേരെ മറിച്ച് ഒരാൾ ഇതേമാതിരി ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി, അയാൾക്ക് ഒന്നും സംഭവിച്ചില്ല, അയാൾക്ക് ഒരാളെ വിട്ടിട്ട് വരാൻ പറ്റിയെങ്കിൽ അതൊരു ആരും കവർ ചെയ്യുന്നില്ലല്ലോ. നോബഡി ഈസ് ലെറ്റിംഗ് ദ വേൾഡ് നോ ദാറ്റ് ഇറ്റ് ഈസ് ചേഞ്ച്ഡ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഫോറം നിങ്ങൾ പറഞ്ഞപ്പോ ഐ തോട്ട് ഐ ഷുഡ് ടെൽ യു. ഇവിടെ അങ്ങനെ നല്ലൊരു ഇൻഫോർമേറ്റീവ് ആ കാര്യം എന്താണോ, നമ്മുടെ ബേസിക്കലി എല്ലാവരും സിറ്റിസൺസിനും ഉള്ള ഒരു തെറ്റായ ധാരണ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം അതൊരു ഇഷ്യൂ ആണ്. കാരണം അങ്ങനെ ഞാൻ പെട്ടുപോകും, അല്ലെങ്കിൽ നാളെ ഞാൻ കോടതി പോകേണ്ടി വരും എന്നൊക്കെ പേടിച്ചാൽ പലരും ചെയ്യില്ല. അങ്ങനെ ഒരു ഇഷ്യൂ കേരളത്തിലില്ല. ഓഫ് കോഴ്സ് നമ്മൾ തന്നെ ഇടിച്ചിട്ട ആളാണെങ്കിൽ വേറെ കാര്യം. അങ്ങനെ അല്ല എങ്കിൽ അങ്ങനെയാണെങ്കിൽ പോലും അതിന് അതിൻ്റെതായ ഡ്യൂ പ്രോസസ് ഉണ്ട്. അതിപ്പോ നമ്മൾ അയാളെ കൊണ്ടുപോയില്ലെങ്കിലും നമ്മൾ കേസിൽ പെടും. എല്ലാ മുക്കിനും മൂലയ്ക്കും ക്യാമറയും എല്ലാ കടകളിലും CCTV ഒക്കെ ഉള്ള കാലമാണ്. ഐ വിറ്റ്നസസ് ഉണ്ടാവും. സോ യു കാൻ ഗെറ്റ് അവേ ഫ്രം റോഡ് റാഷ് എന്നാണ് കേരളത്തിൽ. എങ്ങനെയായാലും നമ്മൾ പെടും.
സോ വൈ നോട്ട് സേവ് ദറ്റ് പേഴ്സൺ അറ്റ്ലീസ്റ്റ്. അയാളുടെ ജീവൻ രക്ഷപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ ക്രൈമിന്റെ ഇന്റൻസിറ്റി കുറയുമല്ലോ അല്ലെ. ഒരു ചെറിയ എല്ലൊടിയുന്നതും ഒരാൾ മരിച്ചു പോകുന്നതും രണ്ടാ. വേഗം അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ട് അയാൾ രക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നമ്മളാ ഇടിച്ചതെങ്കിൽ ആദ്യം തന്നെ എടുത്തോണ്ട് പോകണം. അല്ലെങ്കിലും ഒരു കമ്മിറ്റ്മെന്റും നമുക്ക് ഉണ്ടാവില്ല. I mean, ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവില്ല. They will just thank you for bringing him there. അത്രേ ഉള്ളൂ. Because ഇപ്പം ഒരു IAS ഓഫീസറിന്റെ വായിൽ നിന്നാണ് നമ്മൾ ഇത് കേൾക്കുന്നത്. കാര്യം നമ്മുടെ നാട്ടുകാർ ഇത് മനസ്സിലാക്കണം. നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നാളെ നമ്മുടെ മേലിൽ ആ കുറ്റം ചുമത്തുന്നോ നമ്മൾ ആ ഒരു കേസിൽ പെടുവെന്നോ എന്നുള്ള ഒരു വിഷയമേ ഇല്ല എന്ന് ശ്രീ പറയാണ്. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം ഏതൊരു ആളെയും നമുക്കൊരു ആപത്തിൽ നിന്നും രക്ഷിക്കാൻ 100% നമുക്ക് ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇനി ആരെങ്കിലും ആക്സിഡന്റ് വരാതിരിക്കട്ടെ, വന്നാൽ അഥവാ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു മെന്റാലിറ്റി കാണിക്കണം. ശരിക്കും ഇത് നല്ല കാര്യമാണ് അല്ലെ. ഇതെല്ലാരും പേടിച്ചിരുന്നോണ്ടാണ്. ഒരു കാര്യമില്ല, ഒരു പ്രശ്നമില്ല. ഓക്കെ, ഒത്തിരി വലിയ കാര്യങ്ങളാ പറഞ്ഞാലേ ഒന്നും തന്നില്ല കഴിക്കാനായിട്ട്. കഴിച്ചിട്ടുണ്ടോ പനിയാരം? അമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ടോ? ഇല്ല, കഴിച്ചിട്ടില്ല. ശരിക്കും ബ്രാഹ്മിൻസിന്റെ ഇടയിൽ ഇഷ്ടം പോലെ ഉള്ളതാണ്. പോയിട്ട് അമ്മയ്ക്ക് അറിയായിരിക്കും. പക്ഷെ നിങ്ങൾ കുഞ്ഞിലെ നിർബന്ധം പിടിച്ചിട്ട് എനിക്ക് വേണ്ട എന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ വേണ്ട പറയാ, കണ്ടിട്ട് ഭയങ്കര ടേസ്റ്റി ആണല്ലോ. എന്നാ കഴിച്ചു നോക്കൂ. ഓ പിന്നെന്താ, യു ക്യാൻ ഹാവ് ഇറ്റ് വിത്ത് ചമ്മന്തി. ഏതാ ചമ്മന്തിയാ ഇഷ്ടം എന്ന് വെച്ചാൽ രണ്ട് ചമ്മന്തിയും കഴിക്കാം. എങ്ങനെയാ ഉണ്ടാക്കുന്നത്? ഉഴുന്നുവട തന്നെയാണോ? ഒരു ഉഴുന്നുവടയുടെ ഫാമിലിയാണ്, ബട്ട് ഉഴുന്നുവട അല്ല. ഉഴുന്നല്ല, ബട്ട് ഉഴുന്നുവടയുടെ ഫാമിലിയാ. അപ്പൊ ഇതിനകത്ത് എന്തുവാ? ഇതിനകത്ത് ദോശമാവിന് അരയ്ക്കുവല്ലേ നമ്മൾ, അരി ഉഴുന്നല്ല, ബാക്കി ഉഴുന്ന് പരിപ്പ് എല്ലാം ഉണ്ട്. ഇറ്റ്സ് എ കംപ്ലീറ്റ് ഡിഫറൻസ്, ബട്ട് എ ഫാമിലി ഓഫ് ഉഴുന്നുവട. എന്റെ അമ്മയ്ക്കൊന്ന് പറഞ്ഞു കൊടുക്കോ? ബെസ്റ്റ്. ആ അമ്മയ്ക്ക് ഇതിലുണ്ടല്ലോ കാര്യങ്ങൾ ഉണ്ടാക്കാൻ. അമ്മ ശരിക്കും എന്നായിരിക്കും ഏറ്റവും നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നത്? അമ്മ ആക്ച്വലി ഭയങ്കര കിടിലൻ കുക്കാട്ടോ. നമ്മുടെ ഫാമിലി തന്നെ ഏറ്റവും അറിയപ്പെടുന്ന കുക്കാണ്. അമ്മയുടെ സ്പെഷ്യൽസ് എന്നൊക്കെയാ? എനിക്ക് ഏറ്റവും ഇഷ്ടം രസമാണ്. പിന്നെ എല്ലാം നല്ല രസം, സാമ്പാർ, രസവും ചോറ്, അതാണ് എപ്പോഴും ഉള്ള ഫേവറേറ്റ് ഫുഡ്. ഏതാ ശ്രീ? സത്യം പറയണം, ഇല്ല ഞാൻ പറയും. എനിക്ക് പുട്ട് ഭയങ്കര ഇഷ്ടം. ഇത് ഞാൻ പറയാൻ വരുമായിരുന്നു. അതാണ് ഈ പുട്ടിനോട് ഇത്ര സ്നേഹം. പുട്ടും കടലയും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എങ്ങനെ ഇവിടെ പുട്ടും കടലയും ഉണ്ടാക്കി വെക്കുന്നത്? നമ്മുടെ നാട്ടുകാർക്ക് ഇവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ ഇല്ലേ, അവർക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്കി കൊടുക്കാനാണ് ഇഷ്ടം. പിന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ മേലാത്തതും കൂടെ ഉണ്ടാക്കി കൊടുക്കണം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പുട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമല്ലേ. പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും അറിയാൻ മേലാത്ത ഒരു കാര്യവും എന്നാൽ ക്വൈറ്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യവും ഒരെണ്ണം ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഐ ട്രൈ ദിസ്. പുട്ടും കടലയും അല്ലേ? ഞാൻ ഇന്നലെ രാത്രിയും പുട്ടാ കഴിച്ചത്, അതുകൊണ്ട് കുഴപ്പമില്ല. 24 hours പുട്ട് തന്നു യു ഹാപ്പി. 2-3 നേരം കഴിക്കാം. അപ്പൊ കെട്ടുന്ന വേണത് ഹാപ്പിയാ. പുട്ടല്ലേ, വേറെ ഒന്നും കൊടുക്കണ്ടല്ലോ. ഇപ്പൊ കല്യാണം കഴിക്കാൻ വരെ താല്പര്യം ഒന്നുമില്ല. കുട്ടികളെ ആരും കണ്ടുപിടിച്ചില്ല? ഇല്ല. അമ്മയാണോ കണ്ടുപിടിക്കുന്നേ? ഇല്ല, കണ്ടുപിടിക്കാൻ സമയമാകുമ്പോ. കണ്ടുപിടിച്ചു? ശ്രീ കണ്ടുപിടിച്ചു? ഇല്ല, കണ്ടുപിടിച്ചിട്ടില്ല. ഇൻ ദ പ്രോസസ്. ഓക്കെ. ശ്രീ ഒരാളാ? യു ഹാവ് സിബ്ലിംഗ്സ്? എനിക്ക് അനിയത്തി. വാട്ട് ഈസ് ഡൂയിങ്? അനിയത്തി ഡോക്ടറാണ്. ഷീസ് ആൻ ENT സർജൻ. ബാംഗ്ലൂരിൽ സെറ്റിൽ, കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയുണ്ട്. ഓക്കെ. ശ്രീ ഒരു കാര്യം ചോദിച്ചിട്ട്, നമ്മൾ ഈ സിനിമ കാണുന്ന കൂട്ടൊക്കെ ഇപ്പൊ ചിലർ ഹൂഎവർ ഇൻ ദ പവർ, മേ ബി പൈസ വൈസ് ആയിരിക്കാം, അല്ലെ പൊളിറ്റിക്കൽ വൈസ് ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ, ഹൂഎവർ ദ പേഴ്സൺ, ചിലരൊക്കെ വന്നേച്ച് കളക്ടറെ അതിലൊന്നും ഒപ്പിട്ടെ, എനിക്ക് ആ കാര്യം നേടണം എന്ന് പറഞ്ഞ ആരില്ല. ഇല്ല, അതൊന്നും ഇവിടെ നടക്കുന്ന കേസൊന്നും ഇല്ല, വെറുതെ പറയുന്ന. അതൊക്കെ സിനിമയാകുമ്പോ ഒരു മസാലയല്ലേ, അത് വെറുതെയാ. ഇപ്പം ഏട്ടന്റെ പടത്തിലൊക്കെ, മമ്മൂക്കയുടെ പടത്തില് മമ്മൂക്ക ഇങ്ങനെ കുറ്റിയൊക്കെ ഇട്ടിട്ട് നല്ല മമ്മൂക്കയുടെ സിനിമയിലുള്ള പോലെയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു പോയത് ഒന്നുമില്ലെന്നേ. വെറുതെ ശരിക്കും അതൊക്കെ കാണുമ്പോഴാണ് നമുക്കിപ്പോ പിള്ളേർക്കൊക്കെ കൂടുതൽ IAS ഓഫീസർ ആവണം, ഞാൻ അത് ചെയ്യണം, ഇത് ചെയ്യണം, മറ്റു ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കൂടുതൽ. അല്ല, അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാം, പക്ഷെ അതൊന്നും ഇല്ലല്ലോ. ഓക്കെ. എവിടെ ശ്രീ MBBS പഠിച്ചത്? ഞാൻ ട്രിവാൻഡ്രം. ബാക്ക് ടു ട്രിവാൻഡ്രം അഗൈൻ. ഓക്കെ. എങ്ങനെയുണ്ട്? കൊള്ളാം. ഞാൻ 6 വർഷം MBBS പഠിച്ചു, പിന്നെ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്ത് 1-2 വർഷം ഇവിടെ തന്നെയായിരുന്നു. കുറെ ഫ്രണ്ട്സ് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അവരൊക്കെ കുറെ പേരുണ്ട് ഇവിടെ. ഡോക്ടേഴ്സ്, മെഡിക്കൽ കോളേജ് കാർഡിയോളജിസ്റ്റ് ഒക്കെ ആയവരുണ്ട് എന്റെ ബാച്ച്മേറ്റ്സ്. അപ്പൊ അവരൊക്കെ ഇടയ്ക്ക് കാണും, മീറ്റ് ചെയ്യാറുണ്ട്. ഒത്തിരി കാണും. അല്ല, പിന്നെ ഒരു കാര്യമുണ്ട്, കേരളത്തിലായോണ്ട് യു കീപ് കമ്മിങ് ടു ട്രിവാൻഡ്രം. ഇപ്പൊ ഫീൽഡിലാവുമ്പോഴും ഇടയ്ക്ക് ഒരു മാസത്തിൽ ഒരു മീറ്റിംഗ്. MBBS എടുത്തു, IAS അച്ഛൻ എന്ത് പറഞ്ഞു?
അച്ഛന് ഞാൻ ഇപ്പോഴും ഡോക്ടർ ആവണം തന്നെയാണ്. IAS ആയപ്പോ അല്ല അങ്ങനെയല്ല, ഇവിടെ എന്താ പറയാ ലൈക്ക് ഇറ്റ് മോർ ഹാഡ് ഐ കണ്ടിന്യൂഡ് ബീങ് എ ഡോക്ടർ. പക്ഷെ അങ്ങനെയല്ല, നോട്ട് ദറ്റ് ഹീസ് അൺഹാപ്പി ഓർ ഹീസ് വെരി ഹാപ്പി. പിന്നെ ഈ കുറച്ച് ഈ പറഞ്ഞ ദർ ഇസ് എ പെർസെപ്ഷൻ ദറ്റ് ഇത് റിസ്കി ജോബ് ആണെന്നൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. അപ്പൊ അതിൻ്റെതായ ചെറിയ പേടിയൊക്കെ ഉണ്ടാവും. അതൊക്കെ മാറി, ഇപ്പൊ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതുകൊണ്ട് മാറി. പക്ഷേ എന്താ പറയാ, അച്ഛനും ഡോക്ടർ ആവണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു പണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നാറുണ്ട് ഇടയ്ക്ക് ഞാൻ ഡോക്ടർ ആയിരിക്കുന്നതായിരുന്നു അച്ഛന് കൂടുതൽ താല്പര്യം തോന്നാറുണ്ട്. ക്യാമ്പസ് ലൈഫ് ഒക്കെ എങ്ങനെയായിരുന്നു ശ്രീധർ? ക്യാമ്പസ് ലൈഫ് അല്ലേ ഒരു എന്താ പറയാ, കേരളത്തിലെ ഏറ്റവും നല്ല ക്യാമ്പസുകളിൽ ഒരെണ്ണമാണ്. പിന്നെ 6 years ഓഫ് ക്യാമ്പസ് ലൈഫ് വേറെ ഒരു കോഴ്സിനും ഇല്ല. നല്ല വളരെ മനോഹരമായ, പിന്നെ തീർച്ചയായും കുറെ എൻജോയ് ചെയ്തു ഒത്തിരി. പിന്നെ 200 പേരുടെ ബാച്ചാ, ഇറ്റ്സ് എ ഹ്യൂജ് ബാച്ച്, സോ മെനി ഫ്രണ്ട്സ്. അതുപോലെ തന്നെ സീനിയേഴ്സായിട്ട് ജൂനിയേഴ്സൊക്കെ ആയിട്ട് നല്ല ബന്ധമായിരുന്നു. വളരെ കളർഫുൾ ആയിട്ടുള്ള ക്യാമ്പസ് ലൈഫ്, ഫെസ്റ്റിവൽസും ഒക്കെ ആയിട്ട്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം ഈ IAS ഓഫീസേഴ്സിന് എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം, എപ്പോഴും റീഡിങ് മസ്റ്റ് ആണ്, ന്യൂസ് ഒക്കെ അപ്ഡേറ്റ് ആയിരിക്കണം, ന്യൂസ് പേപ്പർ വായിക്കണം, ന്യൂസസ് എപ്പോഴും കാണണം. ചുരുക്കി പറഞ്ഞാൽ ഹി ഷുഡ് ബി അപ്ഡേറ്റഡ് എന്ന് പറയുന്നത് സത്യമാണ്. കുറെയൊക്കെ നമുക്ക് ഒരു ലോക വിവരവും നമ്മുടെ ചുറ്റിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. എല്ലാം അറിയണം എന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാം അറിയേണ്ട കാര്യവുമില്ല. യു ആർ നോട്ട് എൻ എൻസൈക്ലോപീഡിയ അല്ലേ. ആളുകൾ ഒന്ന് ഡൗട്ട് ഒന്നും ചോദിക്കാൻ പോകുന്നില്ലല്ലോ. സ്കൂൾ മാസ്റ്റർ ഒന്നും അല്ലല്ലോ, നമ്മളെ ഓഫീസർ അല്ലേ. അപ്പൊ അങ്ങനെ ആരും വന്ന് സംശയം ചോദിക്കുന്നത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ വെൻ യു സീ സംതിങ്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അത് എന്താണ് അങ്ങനെ ഉണ്ടാവാൻ കാര്യം എന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ. അപ്പം ഒരു IAS ഓഫീസർ ആവാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിക്ക് വാട്ട് എ ഗുഡ് അഡ്വൈസ് ക്യാൻ യു ഗിവ് ദം? ഇത് ഇപ്പൊ എന്റെ പാത്ത് അത്യാവശ്യം കറക്റ്റ് ആണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഒരുപാട് ഏർലി ആയിട്ട് എടുക്കേണ്ട ഒരു ഡിസിഷൻ അല്ല ഇത്. ഇപ്പൊ പലപ്പോഴും നമുക്കറിയാം, സ്കൂളിൽ പഠിക്കുമ്പോഴേ 10ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ കുട്ടികളെ IAS ആക്കാൻ വേണ്ടി നടക്കുന്നു. ഞാനിപ്പോൾ ഈ എക്സാം എഴുതിയത് 5 കൊല്ലം മുമ്പാണ്. ഞാൻ എഴുതിയ സമയം തൊട്ട് ഇപ്പോൾ വരെ തന്നെ ദർ ഹാവ് ബീൻ n number of changes in the എക്സാമും സർവീസിന്റെ കാര്യത്തിലായാലും. ഇപ്പോൾ ഏറ്റവും റീസെന്റ് ആയിട്ട് വന്ന ലാറ്ററൽ എൻട്രി ഇൻ ഹയർ ലെവൽ ജോയിന്റ് സെക്രട്ടറി റാങ്കിലൊക്കെ ലാറ്ററൽ എൻട്രി വരെ വന്നു. ഭയങ്കരമായിട്ട് ഡൈനാമിക് ഫേസിലൂടെയാണ് ഈ സർവീസ് കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ അടുത്ത് IAS ആവണമെന്ന് പറയുമ്പോൾ ഹി ഈസ് ഗോയിങ് ടു റൈറ്റ് ദി എക്സാം ആഫ്റ്റർ ഒരു 8 to 10 years. അന്ന് ഈ എക്സാം എന്തായിരിക്കും, ഈ സർവീസ് എന്തായിരിക്കും ഒന്നും അറിയില്ല. ഇറ്റ് വിൽ ബി വെരി ഡിഫറെന്റ് ഫോർ ഷുവർ. ഇറ്റ് മേ ബി ഫോർ ബെറ്റർ ഓർ വേഴ്സ്, ബട്ട് ഇറ്റ് വിൽ ബി ഡിഫറെന്റ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ആവണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ എനിക്കൊരു പക്വത വേണം. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ് ഇങ്ങനെ ആക്കിയിട്ട് ആവരുത് കുട്ടികൾ അതിലേക്ക് വരേണ്ടത്. നമുക്ക് സ്വയം തോന്നും, നമ്മൾ സ്വയം എടുക്കേണ്ട ഡിസിഷൻ. അത് എല്ലാവർക്കും തോന്നണമെന്നും പറയാൻ പറ്റില്ല. വാശി പിടിക്കേണ്ട കാര്യമില്ലല്ലോ. എല്ലാവരും കയറി IAS ആവേണ്ട കാര്യമൊന്നുമില്ല. ദിസ് ഈസ് ജസ്റ്റ് വൺ അമംഗ് സോ മെനി ഗ്രേറ്റ് പ്രൊഫഷൻസ് അല്ലേ. എല്ലാം നല്ല പ്രൊഫഷൻസ് ആണ്, അതിലൊരു പ്രൊഫഷനാണിത്. അപ്പൊ അതിന്റെ ഒരു റൈറ്റ് ആറ്റിറ്റ്യൂഡും അതിനോടുള്ളൊരു ആപ്റ്റിറ്റ്യൂഡ്, കുറച്ചൊരു ഇൻട്രസ്റ്റ്സ്, അതിന് വേണ്ട ഒരു നോളജ് ബേസ്, പിന്നെ അതിന്റെ ചില പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. നമ്മൾ ചില കോംപ്രമൈസസ് ചെയ്യേണ്ടി വരും, ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് കറക്റ്റ് മനസ്സിലാക്കണമെങ്കിൽ ഒരു പക്വത വരണം. ഒരു ചെറിയ ഉദാഹരണം മാത്രം പറയാം. ഇപ്പോൾ എൻ്റെ ബാച്ചിൽ മലയാളികളായിട്ട് 13 ഓഫീസേഴ്സ് ഉണ്ട്. അതിൽ ഞാനും ഫസ്റ്റ് റാങ്ക് കിട്ടിയ ഹരിതയും മാത്രമേ കേരളത്തിലുള്ളൂ. സം ഓഫ് ദം ആർ വർക്കിംഗ് ഇൻ മഹാരാഷ്ട്ര, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, തമിഴ്നാടു, അങ്ങനെയൊക്കെ സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അവർക്ക് അവരുടെ കരിയർ ഫുൾ അവർ അവിടെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ദേ ആർ നോട്ട്, മേ ബി ഫോർ 5 years they can come on deputation, but majority of their career they will be in that state. ആർ യു റെഡി ഫോർ ദാറ്റ്? കാരണം നമ്മൾ IAS ആലോചിക്കുമ്പോൾ ഉടനെ കൊച്ചിയിൽ കളക്ടർ ആവണമെന്നോ കേരളത്തിൽ അതാവണമെന്നൊക്കെ വിചാരിക്കുക. എല്ലാവർക്കും കിട്ടില്ലല്ലോ. അപ്പോൾ ആർ യു റെഡി ടു ഗോ ആൻഡ് വർക്ക് ഇൻ എ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് ഫോർ ഓർ എ ബാക്ക്വേർഡ് സ്റ്റേറ്റ് ഫോർ നെക്സ്റ്റ് 30 years ഫോർ യുവർ ആക്റ്റീവ് ലൈഫ് അവിടെ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണോ എന്നൊക്കെ ചോദിക്കണം. അതൊരു എങ്ങനെ ഒരു 8ാം ക്ലാസ് കുട്ടി തീരുമാനിക്കുക? ഈ കുട്ടികളെ IAS ആക്കാൻ നടക്കുന്ന പേരൻസ് അവരോട് ചോദിക്കണം, കുട്ടികളെ 30 വർഷത്തേക്ക് വിടാൻ തയ്യാറാണോ? അല്ലല്ലോ. സോ അതിന്റെ എല്ലാ വശങ്ങളും പഠിച്ച് അതിന്റെ സർവീസിന്റെ പ്രോസ് ആൻഡ് കോൺസ് മനസ്സിലാക്കുക. പിന്നെ IAS എന്ന് പറഞ്ഞ ഈ പരീക്ഷ എഴുതാനും പാടില്ല. ഇതൊരു 10-20 സർവീസുകളുടെ ഒരു കളക്ഷനാണ്. അതിലൊരു സർവീസ് മാത്രമാണ് IAS. ഇതേപോലെ തന്നെ കിടിലായിട്ടുള്ള സർവീസസ് ആണ് ബാക്കിയെല്ലാം. ഇന്ത്യൻ പോലീസ് സർവീസ് ഉണ്ട്, ഫോറിൻ സർവീസ് ഉണ്ട്, റവന്യൂ സർവീസ് ഉണ്ട്, പോസ്റ്റൽ സർവീസ് ഉണ്ട്, റെയിൽവേസ്, എല്ലാത്തിൻ്റെയും ഒരു ടോപ്പ് ലെവലിലുള്ള മാനേജ് ചെയ്യുന്ന ആളുകളെ എടുക്കുന്ന ഒരു പരീക്ഷയാണ് സിവിൽ സർവീസ്. അപ്പോൾ ഈ പരീക്ഷ എഴുതിയാൽ ഇതിൽ ഏത് സർവീസിലും വരാം. അപ്പോൾ ഒരിക്കലും ഞാൻ IAS ആവണം എന്ന് വിചാരിച്ചിട്ടാവരുത് ഇതിൽ വരേണ്ടത്. എല്ലാവരും അങ്ങനെ വരുന്നത്. പക്ഷെ എങ്കിൽ കൂടി ഗോയിങ് ഫോർവേഡ് എല്ലാ സർവീസുകളും ഈക്വലി ചലഞ്ചിങ് ആണ്, ഈക്വലി എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പോൾ അതിലൊക്കെ വന്നാലും ഇതേപോലെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ അതിൽ ഏതിൽ വന്നാലും ഞാൻ സെർവ് ചെയ്യും എന്നുള്ള ആറ്റിറ്റ്യൂഡോട് കൂടി. അതെ, അത് നമ്മുടെ ഓൺ ഡിസിഷൻ ആണ്. യെസ്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാ ഒരു 8ാം ക്ലാസ് 10ാം ക്ലാസ് കുട്ടി അവർക്ക് അത് ചിന്തിക്കാനുള്ള ഒരു ഇത് എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല ഇത്രയും കാലത്ത് പ്രായമായിട്ടും. അപ്പൊ ഇപ്പോഴും ഇങ്ങനെ ആലോചിക്കണം, കൊള്ളാം, കുഴപ്പമില്ല, ഓരോ ദിവസം നമ്മൾ എക്സ്പ്ലോർ ചെയ്യല്ലേ. അപ്പൊ ലേറ്റർ യുവർ ഡിസിഷൻ the more mature it will be. അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. നമ്മള് പ്രായം ചെല്ലുന്നതോറും നമ്മുടെ മെച്ചുവർ ആവും. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഡിസിഷൻ സ്വയം എടുക്കാം. ഒരാൾ പറഞ്ഞിരുന്ന അഡ്വൈസിനെയും അത് എങ്ങനെ എടുക്കാം എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ആ ഒരു പ്രായത്തിൽ എടുക്കണം എന്നുള്ളതാണ് എനിക്ക് ആകെ പറയാനുള്ളത്. ഓക്കെ, എനിവേ ദാറ്റ്സ് എ വെരി ഗുഡ് അഡ്വൈസ്. താങ്ക് യു വെരി മച്ച്. ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ വന്ന് ഇച്ചിരി ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നല്ലേ. ഐ എം സോ ഹാപ്പി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.